السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. ഏറെ ബഹുമാനമുള്ള ആദരണീയരായ ഈ സദസ്സിലെ കാരണവന്മാരെ, പണ്ഡിതന്മാരെ, സഹോദര സഹോദരിമാരെ, മാതൃതുല്യരായ ഉമ്മമാരെ, ഈ ശബ്ദം ഈ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ കേൾക്കുമെന്ന് നാം വിശ്വസിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ ശ്രോതാക്കളെ, ആമുഖമായി അത്യാവശ്യം നീണ്ട ഒരു സംസാരം തന്നെ നിർവഹിച്ച് നിങ്ങളുടെ മുമ്പിൽ തൗഹീദിൻ്റെ വിശാലമായ വിഷയത്തിലേക്കുള്ള സൂചനകൾ നൽകി സംസാരിച്ച അബ്ദുസുബ്ഹാൻ അൽ ഹികമി, സർവശക്തനായ അള്ളാഹു ഈ ഒരു സംസാരം ഈ നാട്ടിലെ നിഷ്പക്ഷമതികളായ ആളുകൾക്ക് ചിന്തിക്കാനും ആലോചിക്കാനുമൊക്കെയുള്ള കാരണമാക്കി, ഹേതുവാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സംസാരിച്ചു വച്ചതിൻ്റെ തുടർച്ചയെന്നോണം ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മൾ നടത്തുന്ന ഓരോ സംസാരങ്ങളും സമൂഹത്തിന് ഉപകാരപ്രദമായ സംസാരങ്ങളാക്കി, സമൂഹത്തിന് വെളിച്ചം നൽകുന്ന സംസാരങ്ങളാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്യാവശ്യം വിഷയങ്ങളിലേക്കൊക്കെ അബ്ദുസുബ്ഹാൻ അൽ ഹികമി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. തുടർച്ചയായി നമ്മുടെ ഓരോ പ്രബോധകന്മാർക്കും പരിപാടികളാണ്. ഒരു ദിവസം പോലും ഇടവേളയില്ലാത്ത സംസാരങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി ആമുഖങ്ങളുടെ ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്രൈസ്തവ യഹൂദ ടീമുകളെക്കുറിച്ച് സംസാരിച്ച സ്ഥലത്ത് പറഞ്ഞു, അവർ 71 72 വിഭാഗങ്ങളായി മാറും. യഹൂദികളും നസ്വാറാക്കളും 71 72 വിഭാഗങ്ങളായി പിരിയും. വസതഫ്തരികു ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത് പിരിഞ്ഞു പോകും. അലാ 73 ഫിർഖ, 73 കക്ഷികളായി പിരിയുമെന്ന് പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മറ്റൊരു റിപ്പോർട്ടിൽ പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ, ഇങ്ങനെ പിരിഞ്ഞു പോകുന്ന എല്ലാ ടീമും നരകത്തിലേക്കുള്ളവരാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ മില്ലത്തൊഴികെ. സ്വാഭാവികമായും 73 കക്ഷികളായി എൻ്റെ ഉമ്മത്ത് പിരിഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ എല്ലാവരും നരകത്തിലേക്കുള്ളവരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കുമ്പോൾ ഇല്ല മില്ലത്തൻ വാഹീദ, ഒരു ടീം ഒഴിച്ച് എന്ന്
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടുത്തുമ്പോൾ സഹാബ കിറാം ചോദിച്ചു, ആരാണ് പ്രവാചകരെ ആ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു ടീം? ഒമൻ ഹിയ യാ റസൂലല്ലാഹ്, പ്രവാചകരെ ആരാണ് സ്വർഗത്തിലേക്ക് പോകുന്ന ടീം? അത് ഏതെങ്കിലും ഒരു കക്ഷിയുടെയോ സംഘടനയുടെയോ ഗ്രൂപ്പിൻ്റെയോ പേരല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത്. ഞാൻ വളരെ പതുക്കെയാണ് സംസാരിക്കുന്നതിൻ്റെ ശാരീരികമായ എൻ്റെ തൊണ്ടക്കുള്ള വേദനയും പ്രയാസങ്ങളുമൊക്കെ വെച്ച് നിങ്ങൾക്ക് എൻ്റെ വാക്കുകളും സംസാരങ്ങളും സാഗൂതം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്, ക്ലിയറായി കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന നിലക്ക് ഞാൻ വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത്. ആരാണ് പ്രവാചകരെ ആ സ്വർഗത്തിലേക്ക് പോകുന്ന ടീം? മാ അന അലൈഹി അൽ യൗം വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബ കിറാമും ഏതൊരു നിലപാടിൽ നിന്നോ ആ നിലപാടിൽ നിന്നവർ സ്വർഗത്തിലേക്കുള്ളവരാണ്. ഇന്നേ ദിവസം വരെ ഞാൻ ഏത് നിലപാടാണോ നിങ്ങൾക്ക് കാണിച്ചു തന്നത്, എന്നെ കേട്ട എൻ്റെ ആദ്യത്തെ പ്രബോധനം കേട്ട എൻ്റെ സ്വഹാബ കിറാം, സന്തത സഹചാരികളായ സഖാക്കളായ ആ സ്വഹാബ കിറാം, അവർ ഏതൊരു നിലപാട് സ്വീകരിച്ചോ ആ നിലപാടിൽ നിൽക്കുന്നവർ ആരോ അവരാണ് സ്വർഗത്തിലേക്ക് പോകുന്നവരെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ ഇവിടെ അബ്ദുസുബ്ഹാൻ അൽ ഹിക്കമി അതിൻ്റെ ബേസിക്കലായ തൗഹീദിൻ്റെ ആയത്തുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണമെന്ന ആയത്ത് അള്ളാഹു പറഞ്ഞതായി വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും എന്ന ആയത്ത് ഇവിടെ ഓതി. എന്ന് പറഞ്ഞാൽ റബ്ബ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ത്? നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, നിങ്ങൾ എന്നോടാണ് ദുആ ചെയ്യേണ്ടത്. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ, അഹന്ത കാണിച്ചാൽ, വമ്പ് കാണിച്ചാൽ, തിരിഞ്ഞു നിന്നാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായി നരകത്തിൽ കിടക്കേണ്ടി വരും. ഇതതിൻ്റെ ഒരു തൗഹീദിൻ്റെ ബേസാണ്. ഈ ആയത്ത് ഓതിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതാകുന്നു ആരാധന എന്ന് പഠിപ്പിച്ചത്. അതിനാണ് ഇവിടെ ആയത്ത് നേരത്തെ ഓതിയത്. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള കുറേ ആയത്തുകൾ ഇവിടെ കേട്ടു. എന്നാൽ പ്രിയപ്പെട്ടവർ, എവിടെയാണ് മർമ്മപ്രധാനമായ വ്യത്യാസം എന്നതാണ് ആ തൗഹീദ് പറയുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ പഠിക്കേണ്ടത്. ഇവിടെ മുസ്ലിങ്ങൾ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരാണ്. ഈ വറ്റല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്തെ മുസ്ലിങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരാണ്. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ്. അതിലൊന്നും യാതൊരു തർക്കവും മുസ്ലിങ്ങൾക്കിടയിലില്ല. മുസ്ലിങ്ങളൊക്കെ മുത്തുനബിയെ, തങ്ങളായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിരിട്ട് സ്നേഹിക്കുന്നവരാണ്. പിന്നെയും നമ്മെക്കുറിച്ചാണ് ആളുകൾ പ്രചരണം നടത്താറുള്ളത്. എന്ത്? ഇവർ പ്രവാചകരെ, നബിയെ സാധാരണ മനുഷ്യരാക്കി മാറ്റുന്നവരാണ് എന്ന്. തെറ്റിദ്ധാരണയുടെ മേൽ കുറേ മനുഷ്യർ അത് കേൾക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തു പോകുന്ന ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനാണോ, ജിന്നാണോ, മലക്കാണോ എന്നൊരു ചോദ്യം നമ്മുടെ കുട്ടികളോട് ചോദിച്ചു. എന്താ മറുപടി പറയാ? എന്നെ കേൾക്കുന്ന വറ്റല്ലൂരിലെ ഈ അടുത്തുള്ള വീടുകളിലൊക്കെ എന്നെ കേൾക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഉമ്മയേക്കാൾ, വാപ്പയേക്കാൾ, ജേട്ടനേക്കാൾ, അനിയനേക്കാൾ, മക്കളേക്കാൾ, സ്വത്തിനേക്കാൾ, ആസ്തിയേക്കാൾ, സർവ്വതിനേക്കാൾ നമുക്കിഷ്ടപ്പെട്ട നമ്മുടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കാണോ? അല്ല. ജിന്നാണോ? ഒരിക്കലും അല്ല, മനുഷ്യനാണ്. എന്നാൽ നമ്മെപ്പോലെയുള്ളൊരു സാധാരണ മനുഷ്യനാണോ? ഒരിക്കലുമല്ല. നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ് നബി എന്ന് പറയാനേ പാടില്ല. മനുഷ്യനാണ്, ഒരുപാട് പ്രത്യേകതയുള്ള. പിന്നെ നമ്മെപ്പോലെ എന്ന് പറയുന്ന എന്തിനാ? വേദനിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്, സന്തോഷിച്ചിട്ടുണ്ട്, മലമൂത്ര വിസർജനം നടത്തുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഹലാലായ ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെട്ടതൊക്കെ കഴിക്കുന്നുണ്ട്, രോഗം വരുന്നുണ്ട്. ഭാര്യമാർക്കിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇണക്കവും പിണക്കവും ഉണ്ടാവാറുണ്ട്.
ഈ നിലക്കൊക്കെ മനുഷ്യരെന്ന അല്ലെങ്കിൽ മനുഷ്യന് കിട്ടേണ്ട കുറേ സവിശേഷതകളെല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകനുണ്ട്. മനുഷ്യനുണ്ടാകുന്ന പോരായ്മകളിൽ എന്ന് പറഞ്ഞാൽ വേദന അനുഭവിക്കുക, പ്രയാസം അനുഭവിക്കുക, ഒന്നും വേണ്ട തൻ്റെ ഭാര്യയെക്കുറിച്ച് പല അപരാധങ്ങളും പറഞ്ഞുണ്ടാക്കിയപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ താൽക്കാലികമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക്, വാപ്പാന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചിട്ടില്ലേ? പ്രവാചകന്റെ പല്ല് പൊട്ടിപ്പോയിട്ടില്ലേ? അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കാലിൽ മുറിവ് സംഭവിച്ചിട്ടില്ലേ? ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ മനുഷ്യ പ്രകൃതം അള്ളാഹുവിൻ്റെ പ്രവാചകനുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെപ്പോലൊരു സാധാരണ മനുഷ്യനല്ല, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു ആ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു, താങ്കളുടെ നാമം നാം ഉയർത്തിയിട്ടുണ്ട്, താങ്കളുടെ സ്മരണയെ നാം ഉയർത്തിയിട്ടുണ്ട്. ഇപ്പൊ ബാങ്ക് കൊടുക്കുന്ന സ്ഥലമുണ്ട്, നമ്മുടെ നാട്ടിൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞു. കുറേ സ്ഥലത്ത് ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്ന സ്ഥലമുണ്ട്, അതിനും കുറച്ച് കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്ന സ്ഥലമുണ്ട്. ആ ബാങ്കിലൊക്കെ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ആ പ്രവാചകന്റെ നാമം ഇങ്ങനെ ഉയർന്ന് കേൾക്കുകയാണ്. ആ പ്രവാചകന്റെ നാമം ഇങ്ങനെ ഉയർന്ന് കേൾക്കുകയാണ്. കേൾക്കുമ്പോഴൊക്കെ നമ്മൾ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. ഇവിടെ വന്നു ചേർന്ന നമ്മളൊക്കെ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടവരാണ്. ഖുർആൻ തന്നെ പറഞ്ഞത് ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി, അള്ളയും അള്ളാഹുവിന്റെ മലായികത്തുകളും നബിയുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണേ, സലാം പറയണേ. ഇത് പ്രോത്സാഹിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ. ഞാനിപ്പോൾ സംസാരം തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റേ ആവുന്നുള്ളൂ. ഞാൻ എത്ര തവണ ഇപ്പം നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി, ഞാൻ എത്രയോ തവണ ഇപ്പം നബിയുടെ പേര് പറഞ്ഞു, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പതുക്കെ ഇങ്ങനെ സംസാരിക്കേണ്ട ശാരീരികമായ പ്രശ്നം കൊണ്ട് ഒരു ഉജ്ജ്വലമായ പ്രസംഗം നടത്തണമെന്ന് ആഗ്രഹിച്ചതാണ്. ഇവിടുന്ന് അങ്ങോട്ട് പിറകിലേക്ക് ഒരു 10 ദിവസമായിട്ട് ഒരു ദിവസം പോലും പ്രിയപ്പെട്ടവരെ ഇടവേളയില്ലാത്ത സംസാരം. അധിക സ്ഥലത്തും മഞ്ഞാണ്, അതുകൊണ്ട് തന്നെ പല പ്രയാസങ്ങളും സ്വാഭാവികമായിട്ടുണ്ടാവും. അതുകൊണ്ട് ക്ഷമിക്കണം, ഞാൻ വളരെ പതുക്കെ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന തൗഹീദിന്റെ വശങ്ങൾ ഇവിടെ അബ്ദുൽ സുബ്ഹാൻ അൽ ഹൈക്കമി ചില കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ സാന്ദർഭികമായി ചിലത് പറയും. ഈ പ്രസ്ഥാനം എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനം ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ്. ഈ കേരളക്കരയിലെ മുസ്ലിങ്ങൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു കൊടുക്കാൻ ശ്രമിച്ച ഒരു മഹത്തായ പ്രസ്ഥാനമാണ്. ആ അറിവിന്റെ വെളിച്ചത്തിൽ ഏറ്റവും വലിയ ഇൽമാണ് ഇവിടെ നേരത്തെ ഓതിയ ആയത്ത് ഫഅലമ അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖുർആനിലെ ഈ ഗോളമണ്ഡലങ്ങളെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, പർവ്വതങ്ങളെക്കുറിച്ച്, സമുദ്രത്തെക്കുറിച്ച്, തേനീച്ചയെക്കുറിച്ച്, അങ്ങനെ ഈച്ചയെക്കുറിച്ച് വരെ ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ഖുർആൻ പ്രയോഗിക്കുന്ന ഒരു ശൈലിയുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടല്ല അഫല യതദബ്ബറൂൻ അഫല തഅഖിലൂൻ അഫല തുബ്സിറൂൻ, ഇങ്ങനെ ആയത്തുകളൊക്കെ അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു തആല ആലോചിക്കാനും ചിന്തിക്കാനും ഉറ്റാലോചിക്കാനും ആലോചനാനിമഗ്നനായി മാറാനും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് ആയത്ത് അവസാനിക്കുന്നുണ്ട്. 200-ലധികം സ്ഥലത്ത് ഈ അർത്ഥത്തിലുള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ കാണാം. അപ്പം മനുഷ്യരോടാണ് അല്ലാഹു ചിന്തിക്കാൻ പറയുന്നത്, ആലോചിക്കാൻ പറയുന്ന മനുഷ്യരോടാണ്. 2 സൃഷ്ടികളാണ് ഇവിടെ ഇങ്ങനെ പെറ്റുപെരുകി ഈ സത്യവും അസത്യവും ഒക്കെ വേർതിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം നൽകിയ 2 സൃഷ്ടികളുള്ളൂ. മലായിക്കത്തുകൾക്ക് അത് കൊടുത്തിട്ടില്ല, ജീവജാലങ്ങൾക്കൊന്നും അത് അല്ലാഹു നൽകിയിട്ടില്ല. ഈ ലൈറ്റിൻ്റെ അടുത്ത് പാറിക്കളിക്കുന്ന കൊച്ചു പ്രാണികളെ അവർക്ക് അല്ലാഹു അങ്ങനെ നിശ്ചയിച്ചൊരു ജീവിതം അങ്ങനെ തീരുകയെന്നല്ലാതെ വേറൊന്നും ആലോചിക്കാനുള്ള കഴിവില്ല. തെങ്ങിൻ്റെ ഓലയിൽ കൂടുകൂട്ടുന്ന കുരുവി 2023 എന്ന നിലക്ക് കൂടിൻ്റെ ഡിസൈൻ മാറ്റാറില്ല. ഉണ്ടോ? ബീവർ എന്ന് പറയുന്ന മൃഗത്തിൻ്റെ കൂർത്ത പല്ല് അത് വാള് പോലെ കൂർത്തതാണ്. അതിങ്ങനെ മരം ഈർന്നെടുക്കുന്നത് പോലെ മുറിച്ചു മാറ്റുന്ന അത്ഭുതം നമ്മൾ ഒരു കൊച്ചു ജീവിയായ ബീവറിൽ നിന്ന് കാണുന്നു. പക്ഷെ മാറി ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല. കഴിയോ? ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് പറക്കുന്ന ദേശാടന പക്ഷികള്, ഒരു കടലിടുക്കിൽ നിന്ന് മറുകടലിടുക്കിലേക്ക് നീന്തിപ്പോകുന്ന സാൽമൻ മത്സ്യങ്ങള് അവിടെ ചെന്ന് പ്രജനനം നടത്തുന്നു. എന്നിട്ട് ആ തള്ള സാൽമൻ അവിടെ വെച്ച് ചത്തുപോകും.
സാൽമൻ തള്ള മത്സ്യം വന്നത് എത്രയോ കിലോമീറ്റർ അപ്പുറത്തുള്ള കടലിൽ നിന്നാണ്. ഇവിടെ വന്നിട്ട് സാൽമൻ എന്ന് പറയുന്ന അമ്മ മത്സ്യം ചത്തുപോകുമ്പോൾ കുഞ്ഞുങ്ങൾ അമ്മ പുറപ്പെട്ട അതേ കടലിലേക്ക് തിരിച്ചു നീന്തുന്നു. ആരും വഴി കാണിക്കേണ്ട. അതല്ലേ ഫിറഔൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തമ്മിലുള്ള സംസാരങ്ങൾ ഖുർആൻ പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് ചെന്ന് നിന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിൻ്റെ തൗഹീദ് വഹ്ദാനിയത്ത് പറയുമ്പോൾ അവിടുന്ന് ഫിറഔൻ ചോദിച്ചു, ഖാല ഫമർ റബ്ബുകുമാ യാ മൂസ, ആരാണ് മൂസ? നിങ്ങൾ രണ്ടുപേരും വന്ന് ഇവിടെ സംസാരിക്കുകയാണല്ലോ, നിങ്ങൾ രണ്ടുപേരുടെയും അല്ലാഹ് റബ്ബ് ആരാണ്? എന്താ മൂസാ നബി കൊടുത്ത മറുപടി? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ആ മുസ്ലിങ്ങളൊക്കെ കേൾക്കുന്ന സ്ഥലത്താണെങ്കിൽ ഇതന്നെ ഒരു മണിക്കൂർ വിശദീകരിക്കണം. വളരെ ആശ്ചര്യപരമായ വിശദീകരണം കൊടുക്കാൻ പറ്റുന്ന ഒരു ആയത്താണത്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക മാത്രമല്ല, സൃഷ്ടിച്ചതിന് ശേഷം അതിന് വേണ്ട മാർഗനിർദ്ദേശം നൽകിയവനാണ്. ഒരു പശു പ്രസവിച്ചു, ഒരു കുഞ്ഞു വെള്ളത്തിൽ വീണു, ഇനി നീന്താൻ ആരെങ്കിലും പഠിപ്പിക്കണോ? പഠിപ്പിക്കണ്ട. നമ്മൾ ഒരാളിങ്ങനെ നീന്തുന്നത് കണ്ട് കുറേ നേരം നോക്കിന്ന് നമ്മൾ കുളത്തിലേക്ക് ചാടിയാലോ വെള്ളം കുടിക്കും. നമ്മൾ പഠിക്കണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നാക്കാലികൾക്ക് പ്രാക്ടീസ് ആവശ്യമുണ്ടോ? ഇല്ല. കാട്ടിലെ പ്രസവിച്ച കാട്ടിയുടെ നാവ് നല്ല മുള്ളു പോലത്തെ നാവാ. അതങ്ങ് പ്രസവിച്ച് കുഞ്ഞ് നിലത്തേക്ക് വിട, കയ്യും കാലൊക്കെ നിവർത്തി കാട്ടിയുടെ കുഞ്ഞ് ഒരു ചപ്പ് ചവറിലേക്ക് അങ്ങോട്ട് ഓടി ഒളിക്കും. എന്തിന്? ജന്തുലോക വിദഗ്ധന്മാർ പറയാണ്, അമ്മയുടെ നാവ് മുള്ളു പോലത്തെ നാവാ. എത്ര പരുക്കനായ വസ്തുക്കളും തിന്നാൻ പറ്റുന്ന നാവാണ് കാട്ടിയുടെ നാവ്. അതുകൊണ്ട് സാധാരണ നക്കാലികൾ പ്രസവിച്ച നാവ് കൊണ്ട് നക്കിത്തുടക്കലാണ്. ഈ കാട്ടിയുടെ നാവ് കൊണ്ട് കുഞ്ഞിനെ നക്കിത്തുടച്ചാൽ ഈ കുഞ്ഞിൻ്റെ തൊലി വരെ പൊളിഞ്ഞു പോരും. അതുകൊണ്ട് അള്ളാഹു ഈ കുഞ്ഞിനോട്, ആ കുഞ്ഞിനെ സംവിധാനിക്കുമ്പോൾ തന്നെ അതിൻ്റെ ജനിതക കോഡിൽ കൊടുത്ത ബോധനം, പ്രസവിച്ചു വീണ ഉടനെ അമ്മയിൽ നിന്ന് പോയിക്കൊള്ളണം. ഇവിടെ പ്രസവിച്ചതെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഓടും. എണീച്ചിട്ട് മെല്ലെ എണീറ്റ് കൈയും കാലും നിവർത്തി നടന്ന് വീണ്ടും എണീറ്റ് ഓടി ചവറിൽ കുറ്റിക്കാടിൽ പോയി ഒളിക്കും. അവിടുത്തെ ഇലയിൽ കടന്ന് ഉരുണ്ട്, മണലിൽ കടന്ന് ഉരുണ്ട് കളിച്ച് പിന്നെ കുറേ സമയത്തിന് ശേഷം തള്ളമൃഗവുമായി കണ്ടുമുട്ടും. പിന്നെ നക്കേണ്ട ആവശ്യമില്ല, ശരീരത്തിലെല്ലാ അഴുക്കും കൊഴുപ്പൊക്കെ പോയിട്ടുണ്ട്. ഇത് ഈ മൃഗത്തിൻ്റെ കുഞ്ഞിന് ആര് ബോധനം കൊടുത്തു? നമ്മളൊക്കെ വീട്ടിൽ കോഴി മുട്ടയിട്ട് അതിന് അടയിരിക്കാറുണ്ട്, കോഴിക്കുഞ്ഞുങ്ങൾ വിരിയാറുണ്ട്. അത് മാത്രം ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ആ മുട്ടയുടെ തോടിൽ നിന്ന് ഇന്ന് പുറത്തു വന്ന കോഴിക്കുഞ്ഞ് ഇന്ന് വല്ല കൊട്ടയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ ഒരു വല വിരിച്ചിട്ടോ അല്ലെങ്കിൽ കാക്കയും വരുന്തൊന്നും കൊണ്ടാവാതെ റെഡിയാക്കി നിർത്തി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ 2 ദിവസം കഴിഞ്ഞ് അത് തള്ളക്കോഴിയുടെ കൂടെ പുറത്തിറങ്ങുമ്പോൾ, തള്ളക്കോഴിയെ പ്രത്യേക ശബ്ദം ഉണ്ടാക്കുമ്പോൾ കാക്ക വന്നു, പരുന്ത് വന്നു, കഴുകൻ വന്നു, എന്തോ അമ്മക്കോഴിക്ക് സൂചന കിട്ടിയാൽ വേറൊരു ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കാണാനില്ല. ചപ്പിനുള്ളിൽ, ഇലയുടെ മറവിൽ, കല്ലിൻ്റെ ബാക്കിൽ, അമ്മയുടെ ചിറകിനുള്ളിൽ ഒളിച്ചു. ഈ ശബ്ദം നിങ്ങളെ റാഞ്ചിക്കൊണ്ടുപോകാൻ മറ്റു പക്ഷികൾ വരുന്നുണ്ട് അല്ലെങ്കിൽ അപകടമാണ് എന്ന് മുട്ടത്തോടിൽ നിന്ന് പുറത്തിറങ്ങിയ കോഴിക്കുഞ്ഞിനോട് ആരാ പറഞ്ഞത്? നമ്മൾ തിരഞ്ഞാൽ കിട്ടൂലപ്പാ കോഴിക്കുഞ്ഞിനെ. നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കാൻ നല്ലത്. ചിലപ്പോൾ ഇലയുടെ ചെടിയുടെ ഒക്കെ ചവിട്ടിലൊക്കെ ഉണ്ടാവും, നമ്മൾ ചവിട്ടി പോവും. ഇനി കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ കോഴിങ്ങനെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കുഴപ്പമില്ലാന്ന് തോന്നിയാൽ വേറൊരു ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളാണ് പതുക്കെ പുറത്തു വരുന്നത്. അപ്പോൾ ആദ്യം കേട്ട സൗണ്ട് റെഡ് സിഗ്നലാണ് എന്നും ഇപ്പോൾ കേൾക്കുന്ന സൗണ്ട് ഗ്രീൻ സിഗ്നലാണ് എന്നും ഇന്നലെ കോഴിമുട്ടത്തോടിൽ നിന്ന് പുറത്തു വന്ന കോഴിക്കുഞ്ഞിന് ആര് ബോധനം നൽകി? അതിൻ്റെ ഉത്തരാണ് ഈ ഖുർആൻ പറഞ്ഞത്, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞാൻ ഏറ്റവും നമ്മളെ വീട്ടിലത്തെ മുറ്റത്തെ ഉദാഹരണം വെച്ച് പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ എത്ര സമയം പറയാം. ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് ഇന്ന് മുസ്ലിങ്ങളോട് തന്നെ പറയേണ്ടി വരുന്ന ഒരു വല്ലാത്ത ദുർഗതിയിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇതാരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയല്ല. ലോകത്തു തന്നെ ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാളാണ് എന്ന് ഖുർആനിൻ്റെ ആയത്തോതി പറഞ്ഞത് ലോകത്താദ്യമായിട്ടാണ്. ലോകത്തിൻ്റെ നിയന്ത്രണം പടച്ചവൻ പലരെയും ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന വാദം പ്രിയപ്പെട്ടവരെ മുസ്ലിങ്ങളുടെ വാദമല്ലല്ലോ. അല്ല,
അത് തെറ്റായ വാദമാണ്. അതാരൊക്കെ ലോകത്ത് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഒരു ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊണ്ട് ഏതുപോലെ റബ്ബല്ലാത്ത ആളുകളോട് ദുആ ചെയ്യാൻ, ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ നടത്താൻ. ഏതാണ് ഈ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ? മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, ഞങ്ങളുടെ കുട്ടിയുടെ അസുഖം മാറ്റിത്തരണേ എന്ന് പറയുന്ന തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ നടത്താൻ പരിശുദ്ധ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ എന്ന ആയത്ത് കേരളക്കരയിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതനായി അറിയപ്പെടുന്ന ഒരാൾ ആദ്യമായി ലോകത്തോതിയത്. ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് റബ്ബല്ലാത്ത ആളുകളോട് ദുആ ചെയ്യാൻ പറ്റുമെന്ന് ലോകത്ത് ആദ്യമായി ഓതുന്നത് ചിലപ്പോൾ അയാളായിരിക്കും. അല്ല, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരാരും ഈ ആയത്ത് കാണാത്തവരല്ലല്ലോ. കഴിഞ്ഞുപോയ മുഫസ്സിറുകളാരും ഈ ആയത്ത് കാണാത്തവരല്ല. ഇതിനൊക്കെ വ്യാഖ്യാനം എഴുതിയവരല്ലേ. ലോകത്തേതെങ്കിലും ഒരു അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽപ്പെട്ട, ഇമാമുകളിൽപ്പെട്ട, മുഫസ്സിറുകളിൽപ്പെട്ട ആരെങ്കിലും ഈ ആയത്തോതിക്കൊണ്ട് ഈ അർത്ഥത്തിലോ ഇതിന് ഏതെങ്കിലും സൂചന നൽകുന്ന അർത്ഥത്തിലോ ഒരു വ്യാഖ്യാനം ലോകത്ത് കൊടുത്തിട്ടില്ലല്ലോ. അതേ മനുഷ്യന്റെ നാവുകൊണ്ടാണ് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തോതിയിട്ട് CM എന്ന് പറയുന്ന ചിത്തടിമീത്തൽ അബൂബക്കർ എന്ന് പറയുന്ന മനുഷ്യൻ ലോകം നിയന്ത്രിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ട് എന്ന് ലോകത്ത് രണ്ടാമത് പരിശുദ്ധ ഖുർആൻ ഓതി ആദ്യമായി ദുർവ്യാഖ്യാനം നടത്തുന്ന ആളും അയാൾ തന്നെ. ചിന്തിച്ചു നോക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. വേറെ ആരെങ്കിലും ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളുടെ അർവാഹുകൾ ലോകം നിയന്ത്രിക്കുന്നുണ്ട് എന്ന് എഴുതിയത് എവിടെ? അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ചരിത്രത്തിൽ എവിടെയില്ല. ദുർവ്യാഖ്യാനങ്ങളിൽ ഉണ്ടാവാം. അറിയപ്പെട്ട അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ആരെങ്കിലും ലോകത്തോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ ഞാൻ പറയുന്നത്, അള്ളാഹുവിൻ്റെ ഖുർആൻ വരെ ഒരു പേടിയുമില്ലാതെ, ഒരു ഭയപ്പാടുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ, പടച്ചോനെ കുറിച്ചുള്ള ഓർമ്മയില്ലാതെ ഖബറിൽ ചെന്ന് കിടക്കണമല്ലോ എന്ന ആ പേടിയോ ഭയമോ ജീവിതത്തിൽ കാണാതെ, നാളെ വരാനിരിക്കുന്ന പരലോകത്തെ ഓർക്കാതെ, പ്രിയപ്പെട്ടവരെ, ഖുർആൻ പോലും ദുർവ്യാഖ്യാനം ചെയ്ത് മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹുവിൽ നിന്ന് അടർത്തി മാറ്റി, അള്ളാഹുവിൽ നിന്ന് അകൽച്ചയിലേക്ക് കൊണ്ടുവന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് അടുപ്പിക്കാൻ എന്താണ് നടക്കുന്നത്? ഇപ്പൊ ഇവിടെ ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂറൊക്കെ അബ്ദുൽ സുബ്ഹാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കഥ പറഞ്ഞോ? ഖുർആന്റെ ആയത്ത്, ഹദീസ്, പണ്ഡിതന്മാരുടെ വാക്കുകളൊക്കെ അല്ലേ പറയുന്നത്? അല്ലേ? എന്നെ കേൾക്കുന്ന ഈ വറ്റല്ലൂരിലെ മനുഷ്യരെ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാനിനിപ്പോൾ സംസാരിച്ചു, ഒരു 20 മിനിറ്റായി അല്ലെങ്കിൽ 25 മിനിറ്റായി, ഞാൻ എന്തെങ്കിലും കെട്ടുകഥ പറയുന്നുണ്ടോ? നമുക്കിനി സമയമല്ല, പറയാൻ പറ്റുമോ? പാടില്ല. അള്ളാഹുവിൻ്റെ ഖുർആനിലേക്കാണ് നമ്മൾ വിളിക്കേണ്ടത്. തിരുസുന്നത്തിലേക്കാണ് ആളുകളെ വിളിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലേക്കാണ് നമ്മൾ ആളുകളെ ക്ഷണിക്കേണ്ടത്. വ്യക്തിയിലേക്കല്ല, വ്യക്തിപ്രഭയിലേക്കല്ല, അല്ല തഖ്ലീദിലേക്കല്ല, അന്ധമായ അനുകരണത്തിലേക്കല്ല. ആ ബേസിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ മുജാഹിദുകൾ എന്ന് പറയുന്ന അതിൻ്റെ ഒരു പ്രബോധന സംഘമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അതിൻ്റെ യുവജന ഘടകമാണ് വിസ്ഡം യൂത്ത്. ഫെബ്രുവരി 10-11 തീയതികളിൽ മലപ്പുറത്ത് നടക്കാനിരിക്കുന്ന ആയിരക്കണക്കിന് യുവാക്കളെയും യുവതികളെയും ചേർത്തിരുത്തി എന്ന് പറഞ്ഞാൽ അവരെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നിരുത്തി അവരോട് ലേഖനായ റബ്ബിനെ കുറിച്ചും അവന്റെ വഹ്ദാനിയത്തിനെ കുറിച്ചും ഈ ലോകത്തിന്റെ പോക്കിനെ കുറിച്ചും അപകടകരമായ ഈ പുതിയ കാലഘട്ടത്തെക്കുറിച്ചും ബോധവൽക്കരിക്കുക. പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, ഇങ്ങനെ ലോകത്ത് ദുർവ്യാഖ്യാനം നടത്തിയ ചില മനുഷ്യന്മാർ, അള്ളാഹു അവർക്ക് സത്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള കഴിവ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കല്ലാതെ നമ്മുടെ മുമ്പിൽ മാർഗമില്ല. അപ്പോൾ ഞാൻ ചില വ്യത്യാസങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് അടുത്തു നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പതുക്കെ സംസാരിക്കുന്ന ഈ വിലയിരുത്തലുകൾ ഒന്ന് കേട്ടിട്ട് പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാനിവിടെ പറഞ്ഞ ആദ്യത്തെ വാചകം, സതഫ്തരികു ഉമ്മത്തി അലാ 73 ഫിർഖ,
എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിഞ്ഞു പോകും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലേക്കുള്ളവരാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ ടീം ഒഴിച്ച്. ആരാണ് എന്ന് സ്വഹാബത്ത് ചോദിച്ചു. മാ അന അലൈഹി അൽ യൗം വ അസ്ഹാബി. ഈ ബേസിൽ നിന്നിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കേൾക്കേണ്ടത്. നമ്മൾ അടിത്തറയാണ്. ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു നിലപാടിൽ നിന്നോ അവിടെ നിന്നവർ. ഞാനും എൻ്റെ സ്വഹാബത്തും എവിടെ നിന്നോ അവിടെ നിന്നവർ. അവിടെ നിൽക്കുന്നവരാരാ? അതാണ് ഞാൻ ഒരു 5, 8, 9 അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കും. ചെറുത് തുടങ്ങി നമുക്ക് വലുതിൽ അവസാനിപ്പിക്കാം. ഇപ്പം സാധാരണ സലഫികളെ കുറിച്ച്, മുജാഹിദുകളെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണ സമൂഹത്തിൻ്റെ മുമ്പിൽ പരത്തുന്നുണ്ട്. അതിലൊന്നാ ഞാൻ പറഞ്ഞത്, പ്രവാചകനെ സാധാരണ മനുഷ്യനാക്കുന്നു. ഇല്ല, നമ്മളൊക്കെ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. ഇപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ ഇവിടെ സംസാരം നിർത്തി, എന്നിട്ട് നബിയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലി. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നബിയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലാം. ഹദീസിൽ വന്നതാണ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല വൽ ഫളീല. അൽ വസീല നബിക്ക് കൊടുക്കണേ എന്ന് മുസ്ലിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. ഇനി നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹ് കൊടുക്കൂലേ? കൊടുക്കും. നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് കൂലിയുണ്ട്. അൽ വസീല എന്ന് പറയുന്ന മഹനീയമായ സ്ഥാനം നാളെ സ്വർഗീയ പൂങ്കാവനത്തിൽ ഒരേ ഒരു മനുഷ്യന് മാത്രം കൊടുക്കുന്ന പദവിയാ, ഒരാൾക്ക് മാത്രം. ആ പദവി നമ്മുടെ നേതാവായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നബിയോടുള്ള ഇഷ്ടവും മഹബത്തുമാണത്. ആ മുത്തുനബിയുടെ ചാരത്ത് നാളെ പരലോകത്ത് ചെന്നു നിൽക്കാൻ നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മുത്തുനബിയുടെ ശിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് മുത്തുനബി നടത്തുന്ന ഷഫാഅത്ത് അള്ളാഹു നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 തരം ഷഫാഅത്ത് ഉണ്ട്, ഞാൻ വിശദീകരിക്കണില്ല. ഒന്ന് കുബ്രയായ ഷഫാഅത്താ. അതെന്താ? പരലോകത്ത് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന പടച്ചവന്റെ കോടതി. ചില ആളുകളുടെ നെരിയാണി വരെ വിയർപ്പ്, മുട്ടുകാല് വരെ വിയർപ്പ്, ഊര വരെ, നെഞ്ചിടം വരെ, കഴുത്ത് വരെ, ഈ നമ്മുടെ വാ തൊട്ട് മൂക്ക് വരെ ഇങ്ങനെ നിൽക്കുന്ന വിയർപ്പ്. വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന പടച്ചോന്റെ കോടതി. ആ പരലോകമെന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ സ്വർഗമാണെങ്കിൽ സ്വർഗം, നരകമാണെങ്കിൽ നരകമെന്ന് മനുഷ്യൻ അറിയാതെ പറഞ്ഞു പോകുന്നൊരവസ്ഥ നാളെ വരുന്ന അത്രയും അശദ്ധായിരിക്കും അന്നത്തെ ദിവസം. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ചോന്റെ മുമ്പിൽ സുജൂദിൽ വീഴും. യാ മുഹമ്മദ്, അല്ലാഹ് വിളിക്കും മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഇർഫ റഅസക്, തല ഉയർത്തു നബിയെ. ഓ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹയാണ് വിളിക്കുന്നത്. തല ഉയർത്തു, ചോദിക്ക് എന്താണ്. അപ്പൊ വിചാരണ തുടങ്ങാൻ പറയാ. ഇങ്ങനെ ഒരു ഷഫാഅത്ത് നാളെ, കുബറയായ ഷഫാഅത്ത് നാളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് നടത്താനുണ്ട്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണ്. അവർ അംഗീകരിക്കാത്ത പ്രവാചകനാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ബൈബിളാണ്. അതിൻ്റെ അവകാശികൾ എന്ന് പറയുന്ന ക്രൈസ്തവർ അംഗീകരിക്കാത്ത പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. യേശുക്രിസ്തു ഞാൻ പോവണം, ഞാൻ പോയാലേ അടുത്ത ഉപദേശകൻ വരികയുള്ളൂ എന്ന് ക്രൈസ്തവരോട് പറഞ്ഞതാണ്. അങ്ങനത്തെ ഒരു വേദിയല്ല ഇത്. അമുസ്ലിങ്ങളൊക്കെ തിങ്ങി നിൽക്കുന്ന ഒരു അങ്ങാടിയല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കണില്ല. അപ്പൊ അവർക്കറിയാത്തത് കൊണ്ടാണോ? ലക്ഷണങ്ങൾ വരെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഇല്ലേ? വരാനിരിക്കുന്ന പ്രവാചകന്റെ ലക്ഷണങ്ങൾ വരെ പറഞ്ഞിട്ടില്ലേ? പക്ഷെ എന്നിട്ടും അവർ ആ പ്രവാചകൻ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ആ പ്രവാചകനെതിരെ സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ വടിപിടച്ചു പോയവരാണ്. ഇസ്രായേലരെ കേൾപ്പാം, എന്റെയും നിങ്ങളുടെയും കർത്താവ് ഏക കർത്താവ് എന്ന് ഇസ്രായേൽ ജനതയെ വിളിച്ചു ചേർത്ത് യേശുക്രിസ്തു ഈസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. ഇസ്രായേലരെ കേൾപ്പാം, ഇസ്രായേലെ കേൾക്കണം, ഇസ്രായേൽ മക്കളെ കേൾക്കണം. എന്ത്? എന്റെയും നിങ്ങളുടെയും കർത്താവ്, എന്റെയും നിങ്ങളുടെയും കർത്താവ്, ഏക കർത്താവ്. ഞാനല്ല നിങ്ങളുടെ റബ്ബ്, എൻ്റെ റബ്ബ്, നിങ്ങളുടെ റബ്ബ്, അവൻ ഏകനാണ്. അവൻ ആരാധിക്കണേ, അവനെ വണങ്ങണേ എന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചു കൊടുത്തു. കേട്ടോ ക്രൈസ്തവര്? അവരിപ്പോഴും തൃത്വത്തിലല്ലേ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിലല്ലേ ഇപ്പോഴും അവർ നിലകൊള്ളുന്നത്? അതുകൊണ്ട് തന്നെ അവർ വഴിതെറ്റി സഞ്ചരിച്ചു. ക്രൈസ്തവർ
യേശുക്രിസ്തുവിനെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്ന് ഹബീബുന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത ഒരു മദ്ഹും നമ്മൾ നബിയെക്കുറിച്ച് പറയാറില്ല. എന്നാൽ നബിയെക്കുറിച്ച് നല്ല മദ്ഹ് പറയുന്നതിനോ ഒരിക്കലും നമ്മൾ എതിരല്ല. നല്ല മദ്ഹ് നബിയെക്കുറിച്ചല്ലാതെ നമുക്ക് ആരെക്കുറിച്ച് പറയാനുണ്ട്? നമ്മുടെ വാപ്പയെക്കാളും ഉമ്മയെക്കാളും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജേട്ടാനികന്മാരെക്കാളും മക്കളെക്കാളും സ്വത്തിനേക്കാളും സർവ്വതിനേക്കാളും നമുക്കിഷ്ടം അള്ളാഹുവിൻ്റെ പ്രവാചകനെയാണ്. ആ പ്രവാചകനെയല്ലാതെ മദ്ഹ് പറയാൻ, പ്രശംസിച്ചു പറയാൻ വേറെ ആരെ നമ്മൾ പ്രശംസിക്കും? ആരെ മദ്ഹ് പറയും? ആ പ്രവാചകനെ തന്നെയാണ് മദ്ഹ് പറയേണ്ടത്. പക്ഷേ ഇല്ലാത്ത മദ്ഹിലേക്ക് നമ്മൾ പോവാറില്ല. പിന്നെ നമുക്ക് നബിയോട് ഇഷ്ടം കുറവാണെന്ന് പറയാനുള്ള കാരണം എന്താ? നമ്മൾ സ്വലാത്ത് ചൊല്ലാറില്ല. നമ്മൾ ഖുർആനില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തിന്റെ വ്യാഖ്യാനമായി, ഖുർആനിന്റെ വ്യാഖ്യാനമായി സഹാബ കിറാം കേട്ട് പഠിച്ച് അതേ മുൻഗാമികളുടെ കൈമാറി വന്ന സ്വലാത്തുണ്ട്, സ്വലാത്തുകളുണ്ട്. അത് നമ്മൾ ചൊല്ലുന്നതിന് നമ്മളെതിരെയല്ല. എന്നാൽ നബിക്കറിയാത്ത സ്വലാത്ത് നാരിയ സ്വലാത്ത്, സഹാബത്തിനറിയാത്ത സ്വലാത്ത് നാരിയ സ്വലാത്ത്, താബീങ്ങൾക്കറിയാത്ത സ്വലാത്ത് നാരിയ സ്വലാത്ത്, മദ്ഹബിന്റെ ഇമാമുകൾക്കറിയാത്ത സ്വലാത്ത് നാരിയ സ്വലാത്ത്, അത് നമ്മൾ ചൊല്ലാറില്ല. അപ്പൊ നമ്മൾ സ്വലാത്തിനെതിരായോ? നിങ്ങൾ ചിന്തിക്ക്. ഈ നാട്ടിലെ നല്ലവരായ ഒരാളെങ്കിലും ഇത് കേട്ടിട്ട് ചിന്തിച്ചാൽ, എൻ്റെ ഈ പ്രയാസപ്പെട്ടുള്ള, ശാരീരികമായി പ്രയാസപ്പെട്ടുള്ള ദിവസമായി പടച്ചവന്റെ മുമ്പിലേക്ക് ദഅവത്തിന് വേണ്ടി നീക്കിവെച്ചത് അതെനിക്ക് ഉപകാരപ്പെട്ട് പടച്ചവന്റെ കോടതിയിൽ പ്രതിഫലാർഹമായി മാറും ഒരാളെങ്കിലും കേട്ടാൽ, ഈ സ്വലാത്തിന് നമ്മൾ എതിരാണ്. എന്നൊക്കെ പറഞ്ഞ് നാരിയ സ്വലാത്തിൽ നബി മുഖേനയാണ് ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത്. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ് ക്ലേശങ്ങൾ അകറ്റപ്പെടുന്നത്, മഴ വർഷിക്കപ്പെടുന്നത് വരെ. ഇങ്ങനൊരു സ്വലാത്ത് അള്ളാന്റെ ഖുർആനോ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസുന്നത്തോ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ സ്വലാത്ത് ചൊല്ലാറില്ല. സ്വലാത്ത് ചൊല്ലുന്നവരോട് നമ്മൾ അത് ചൊല്ലരുതെന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ യഥാർത്ഥ സ്വലാത്തിനെതിരാവോ? താജു സ്വലാത്ത്, നബിയെ സ്വപ്നത്തിൽ കാണാനുള്ള സ്വലാത്ത്. ഞാൻ പറഞ്ഞ ചെറുതെന്ന് തുടങ്ങുകയാണ്, തൗഹീദിൽ നമുക്ക് അവസാനിപ്പിക്കാം. താജു സ്വലാത്ത്, നബിയെ സ്വപ്നത്തിൽ കാണാനുള്ള സ്വലാത്ത്. അങ്ങനെ ഒരു സ്വലാത്ത് ഹദീസിലുണ്ടോ? അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾ എന്നെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കുമ്പോൾ ഈ സ്വലാത്താണ് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞ് ഒരു സ്വലാത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 100 വട്ടമല്ല 10,000 തവണ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ? നിങ്ങൾ ചൊല്ലണം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ സ്വലാത്ത് താബീങ്ങൾക്കറിയില്ല, സഹാബത്തിനറിയില്ല, നബി പഠിപ്പിച്ചിട്ടില്ല, മുൻഗാമികൾക്കറിയില്ല. സ്വലാത്തിനായിട്ടൊരു പ്രത്യേക മൈതാനം, സ്വലാത്തിനായി ഒരു പ്രത്യേകമായ ഒരു പ്രോഗ്രാം, അതിന് ഇന്ന കൂലിയുണ്ടെന്ന് പറയലേ ഉണ്ടോ? ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 പ്രതിഫലം നിങ്ങൾക്കുണ്ട് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനത്തെ നമ്മൾ ആരെങ്കിലും എതിർക്കുന്നുണ്ടോ? സ്വലാത്ത് ചൊല്ലാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷേ ലോറിയിലും ഓട്ടോറിക്ഷയിലും ബസ്സിലും കാറിലും ഒക്കെ ആയി റോഡ് ബ്ലോക്ക് ചെയ്ത് ഒരു സ്വലാത്തിന്റെ ദിവസം തിരഞ്ഞെടുക്കാൻ മരുഭൂമിയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ടായിട്ട് സഹാബത്തിനെയും കൂട്ടി സ്വലാത്തിന് വേണ്ടി മാത്രം ഒരു മരുഭൂമിയിലേക്ക് നീങ്ങിയത് ചരിത്രത്തിന്റെ എവിടെയെങ്കിലും, ഏതെങ്കിലും ഒരു പേജിന്റെ ഏതെങ്കിലും ഒരു കോർണറിലെങ്കിലും എവിടെയെങ്കിലും കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതുകൊണ്ട് ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല, അതൊരു വരുമാന മാർഗമായി സ്വീകരിക്കാറില്ല. അപ്പൊ നമ്മൾ സ്വലാത്തിനെതിരാണ് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. സത്യമെന്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 2, ഖബർ സിയാറത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഞാൻ ചിലത് മാത്രം പറയാം, ഒരു 10 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഖബർ സിയാറത്ത്, മുസ്ലിം ഉമ്മത്തിനോട് ആദ്യ ഘട്ടത്തിൽ ഖബർ സിയാറത്ത് വേണ്ട എന്നാണ് അല്ലാഹു തആലയുടെ പ്രവാചകൻ പഠിപ്പിച്ചത്. പിന്നെ പറഞ്ഞു സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറിടം സന്ദർശിക്കണേ. ഫഇന്നഹാ തുദക്കിറുൽ മൗത, അത് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കി തരും. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാക്കി തരും. ഇത് ഇസ്ലാമിൽ സുന്നത്താണ്. മുസ്ലിം ഉമ്മത്തെ നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം. വറ്റല്ലൂരിൽ ഖബർസ്ഥാൻ ഉണ്ടെങ്കിൽ മലപ്പുറത്തിന്റെ ഈ പരിസര പ്രദേശത്തിൽ എവിടെയാണോ ഖബർസ്ഥാൻ ഉള്ളത് അവിടേക്ക് പോയി നിങ്ങൾ നിങ്ങളുടെ ആൺമക്കളെയും ഒക്കെ കൂട്ടിപ്പോയി, ഉമ്മയും വാപ്പയുടെ അനുജന്മാരും ഒക്കെ പോയി. ആണുങ്ങൾക്ക് പ്രത്യേക സുന്നത്താ, പുരുഷന്മാർക്ക് ഖബർ സിയാറത്ത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. പോയിട്ട് നിങ്ങൾ ആ ഖബർ സിയാറത്ത് ചെയ്യുക. ഖബറാളികൾ കിടക്കുന്ന ഖബർസ്ഥാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഖബറാളികൾക്ക് വേണ്ടി സലാം പറയാ.
ആ സലാം അവർക്ക് വേണ്ടി എത്തിക്കാൻ ലോകരക്ഷിതാവായ റബ്ബ് പ്രത്യേകമായ മലായിക്കത്തുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആരെങ്കിലും അവിശ്വസിക്കുന്നുണ്ടോ? ഇസ്ലാമിൽ എന്തുണ്ടോ അവിടെ നിൽക്കണമെന്നാണ് സലഫികൾ പറയുന്നത്. ആ ഖബർ സിയാറത്ത്, കുത്തിയിട്ട ഖബർ ഉണ്ടാവും അവിടെ. പാറയുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് ഖബറുടെ പണി തീരാത്തത് കൊണ്ട് 4, 5, 6 ഖബറുകൾ പ്രിയപ്പെട്ടവരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഖബറിലേക്ക് നോക്കുമ്പോൾ ഖബറിന്റെ കുടിസത നമ്മൾ കാണുകയാണ്. നല്ല വിശാലമായ വീട്ടിലും വിശാലമായ ബെഡ്റൂമിലും അന്തിയുറങ്ങുന്ന നമ്മളെ, വിശാലമായ സൗകര്യമുള്ള വീട്ടിൽ പ്രിയപ്പെട്ടവരെ പാർക്കുന്ന നമ്മള് ഈ ഖബറിൽ വന്ന് കിടക്കേണ്ടവനാണല്ലോ എന്ന ഓർമ്മ ആ റെഡിയാക്കി വെച്ച ഖബറിന്റെ 6 അടി താഴ്ചയിലുള്ള കുടിസതയുള്ള, ഒരടി പോലും നേരെ വീതിയില്ലാത്ത, ഒന്ന് കമഴ്ന്ന് കിടക്കാനോ മലന്ന് കിടക്കാനോ വീതി ഉണ്ടാവില്ല എന്ന് നമുക്ക് ബോധ്യമാകുന്ന ആ ഖബറിലേക്ക് നോക്കുമ്പോൾ മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും നമുക്ക് ഓർമ്മ വരും. ഇതൊക്കെ സലഫികൾ ലോകത്തോട് പറഞ്ഞു കൊടുക്കണല്ലേ. അതുകൊണ്ട് നിങ്ങൾ സിയാറത്ത് ചെയ്യണേ, ഖബറാളികൾക്ക് സലാം പറയണേ, മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി, ജേട്ടാനിയന്മാർക്ക് വേണ്ടി, പണ്ഡിതന്മാർക്ക് വേണ്ടി, ഉസ്താദുമാർക്ക് വേണ്ടി, നിങ്ങളെ കൂട്ടത്തിലെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ, പ്രാർത്ഥിക്കണേ. ഞാനൊക്കെ എൻ്റെ നാട്ടിലുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഉപ്പാൻ്റെ ഖബറിൻ്റെ അടുത്ത് പോകും. എൻ്റെ പ്രിയങ്കരനായ പിതാവ് 2002 ലോകത്തോട് ഇവിടെ പറഞ്ഞതാ. ആ ഉപ്പാൻ്റെ ഖബറിൻ്റെ അടുത്ത് ഞാൻ പോകും. പടച്ചോനെ, കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയ ഉപ്പേണേ, പുറത്തു കൊടുക്കണേ അല്ലാ, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ, ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ആ വാപ്പയെയും ഞങ്ങളെയും ഒക്കെ സ്വർഗത്തിന്റെ ഉന്നത പദവിയിൽ ചേർത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാ. അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ ഇവരുടെ കൂടെ നാളെ സ്വർഗീയ പൂങ്കാവനത്തിൽ ചെന്നു ചേരാനുള്ള സൗഭാഗ്യം, സആദത്ത് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾ പ്രാർത്ഥിക്കലുണ്ട് ഖബറിന്റെ അടുത്തും ഖബറിന്റെ അടുത്തല്ലാതെയും വാഹനത്തിലിരുന്നും. ഇപ്പൊ സ്റ്റേജിൽ നിന്നാണ് പ്രാർത്ഥിച്ചത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ കൂട്ടത്തിലിരിക്കുന്ന നമ്മുടെ ഉപ്പമാര്, ഉമ്മമാര്, വല്യമ്മമാര്, വല്ലിപ്പന്മാര്, അനുജന്മാര്, ജേട്ടന്മാര്, മക്കള്, ഭാര്യമാര്, ഭർത്താക്കന്മാര് പലരും മരിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, അവരെയും ഞങ്ങളെയും നീ ഉന്നതമായ സ്വർഗത്തിൽ നാളെയുടെ ലോകത്തെ ചേർത്തി അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതൊരു പ്രാർത്ഥനയല്ലേ? നമ്മൾ എതിരാണോ? പിന്നെ ഏത് സിയാറത്തിനാണ് നമ്മൾ എതിര്? സിയാറത്ത് ടൂർ ആദ്യം ബുക്ക് ചെയ്യുന്ന 100 ആക്ക്, അങ്ങനെയൊക്കെ ഉണ്ടോ ഇസ്ലാമിൽ? ആദ്യം ബുക്ക് ചെയ്യുന്ന 100 ആക്ക് ടൂറ്, സിയാറത്ത് ടൂറ്. ബുക്ക് ചെയ്യാൻ പൈസ ഇല്ലാത്തവർക്ക് സിയാറത്ത് ഇല്ലേ? നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് എല്ലാ ആവശ്യങ്ങളും നോട്ടീസിൽ എഴുതുക. നിങ്ങളുടെ കടം, അതിൻ്റെ പ്രശ്നം തീരാൻ, നിങ്ങളുടെ കുട്ടിയുടെ അസുഖം മാറാൻ, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ 10 വർഷമായിട്ടും മക്കൾ ലബ്ധി ഇല്ലാത്തവരാണെങ്കിൽ മക്കളെ കിട്ടാൻ, മാനസിക അസ്വസ്ഥതയുണ്ടെങ്കിൽ മാറിക്കിട്ടാൻ ഈ സിയാറത്ത് ഉപകാരപ്പെടും. ഇങ്ങനെ ഒരു സിയാറത്ത് അള്ളാഹുവിൻ്റെ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും പ്രമാണങ്ങളെ കൊണ്ട് എവിടെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുക? എന്നിട്ട് പോകുന്നത് സാധാരണ ഒരു ഇസ്ലാം അനുവദിച്ച ഖബർസ്ഥാനിലേക്കാണോ? ആണോ? ഹറാമാണ് എന്ന് കൃത്യമായി ഹദീസിന്റെ പ്രമാണങ്ങളിൽ നിന്ന് വായിച്ചു കൊടുക്കാൻ പറ്റുന്ന കെട്ടിപ്പൊക്കിയ ഖബറിന്റെ മുന്നിലേക്കാണ് മുസ്ലിം ഉമ്മത്തെ ഞാനും നിങ്ങളും സിയാറത്തിന്റെ പേര് പറഞ്ഞു പോകുന്നത്. ആ ഖബറിൽ കിടക്കുന്ന ആള് ആരാവട്ടെ, ഞാനതൊന്നും പരാമർശ വിഷയമല്ല. ഖബറിൽ കിടക്കുന്ന ആൾ ആരാവട്ടെ, നമുക്കറിയുന്ന ആളാവട്ടെ, അറിയാത്ത ആളാവട്ടെ, അതൊന്നും എൻ്റെ സംസാരത്തിൽ വിഷയമേ അല്ല. മറിച്ച് അങ്ങനെ ഒരു ഖബർ കെട്ടിപ്പൊക്കാൻ അള്ളാഹുവിൻ്റെ മതം അനുവദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറയും, നിങ്ങൾ ചിന്തിക്ക്. എന്താ പ്രമാണം പറഞ്ഞത്? പ്രമാണം എന്തു പറഞ്ഞു? ഞാൻ 1, 2, 3 ഹദീസുകൾ കേൾപ്പിക്കാം. ഷാഫി മദ്ഹബിലെ ഒരു ഇബാറത്തിന്റെ ചെറിയ വശം കേൾപ്പിക്കാം. ചിന്തിക്കുന്ന ആളുകൾക്ക്, ഒരു നിഷ്പക്ഷമായി ഈ വിഷയത്തെ കേൾക്കുന്ന ആളുകൾക്ക്, പരിസരത്തുള്ള വീട്ടുകാർക്ക്, ഞങ്ങൾ ഈ പറയുന്ന ഒരാളെയും ഞങ്ങൾ തേജോവധം ചെയ്യുന്നില്ല. ഒരു സംഘടനയെയോ വ്യക്തികളെയോ ഒന്നും ഞങ്ങൾ ഒരു പ്രിയപ്പെട്ടവരെ തേജോവധം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം അല്ല ഇത്. ഇത് തസ്ഫിയ എന്ന് പറയുന്ന യൂത്ത് കോൺഫറൻസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രചാരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആദർശ പ്രഖ്യാപന അല്ലെങ്കിൽ ആദർശ പ്രചാരണ സമ്മേളനമാണ്. അതിൽ വന്നു ചേർന്നവരും ദൂരെ നിൽക്കുന്നവരും ഒക്കെ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വഹാബ കിറാമിനെ പഠിപ്പിച്ചത്, സ്വഹാബ കിറാം പറയുക, നഹാ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിരോധിച്ചു. എത്ര ക്ലിയർ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. വളരെ പതുക്കെ
നഹാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു, ആ യുജസ്സസൽ ഖബറു. എന്റെ അർത്ഥം എന്താ? ഖബർ കുമ്മായം അടിക്കുകയോ ഖബറിന്റെ മേൽ സിമന്റ് പൂശുകയോ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചതാണ്. സെൽഫികൾ എന്ന് പറയുന്ന ഞങ്ങള്, ഇപ്പൊ ഞാൻ അവിടെ പറയുന്ന വ്യത്യാസത്തിൽ 3 എണ്ണമായി. സെൽഫികൾ എന്ന് പറയുന്ന നമ്മള് മുജാഹിദുകൾ ഏതെങ്കിലും ഒരു ഖബറിന്റെ മേലെ സിമന്റ് കൊണ്ടോ കുമ്മായം കൊണ്ടോ എന്തെങ്കിലും ഒരു ഏർപ്പാട് ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താ ചെയ്യാത്തത്? ഒരു ചാക്ക് സിമന്റ് വാങ്ങാൻ കാശില്ലാത്തോണ്ടാ ആണോ? കുറച്ച് തുരിശ് വാങ്ങാൻ, കുറച്ച് കുമ്മായം വാങ്ങാൻ കാശില്ലാത്തതുകൊണ്ടാ? അല്ല. അള്ളാന്റെ റസൂല് പാടില്ല എന്ന് പറഞ്ഞ മുത്തുനബിയുടെ വാക്കിനോട് ഞങ്ങൾ കാണിക്കുന്ന ഇഷ്ടവും അവിടുത്തെ കൽപ്പനയോട് ഞങ്ങൾ കാണിക്കുന്ന ഇത്വാഅത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്തും അള്ളാഹുവിന്റെ ദീനിനോടുള്ള ഇഷ്ടവുമാണ് ഒരു ഖബറും ഞങ്ങൾ സിമന്റോ കുമ്മായമോ പൂശി അലങ്കൃതമാക്കാത്തത്. അല്ലാതെ കാശില്ലായിട്ടാണോ? അല്ല. മലപ്പുറം ജില്ലയിൽ എത്ര ജാരങ്ങളുണ്ട്. ഒരു സലഫി പ്രസ്ഥാനത്തിന് മുജാഹിദുകൾക്കിടയിൽ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു ടീമിന് ഒരു ജാറുണ്ടോ? എന്താ ഇല്ലാത്തത്? ഒരു 10 വെട്ടലും 10 20 കല്ലും ഒരു 2 ചാക്ക് സിമന്റ് ഒരു ഗുഡ്സ് മണലുമായ ജാറായി. അതാക്കാൻ പൈസ ഇല്ലാത്തോണ്ടാ ആണോ? ആരാ പതി ചോദിക്കണതിൻ്റെ ഉള്ളിൽ ആരാണെന്ന്? എത്ര ഖബറിന്റെ ഉള്ളിൽ അഡ്രസ് ഇല്ലാത്ത ആളുകളുണ്ട്. മുനമ്പത്ത് ബീവി എന്ന് പേരിട്ട് പറയും, നമുക്കറിയില്ല അവരെ കുറിച്ച്. ഏതോ ഒരു സ്ത്രീയാണ്, കടലിൽ നിന്ന് കിട്ടിയ ഒരു ശരീരമാണ്. ആയിക്കോട്ടെ, നമ്മൾ അവരെ കുറ്റം പറയുന്നില്ല. ആ മുനമ്പത്ത് ബീവി എന്ന് പറയുന്ന ബീവിക്ക് ഫാത്തിമത്ത് സുഹ്റ എന്ന പേരെവിടുന്ന് കിട്ടിയതാ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകളുടെ ആലോചനകളുടെ അതേ മനനം ചെയ്യാൻ, ആത്മവിചിന്തനം നടത്താൻ, പ്രപഞ്ചത്തിന്റെ നാഥൻ തന്ന തലച്ചോറ് എന്ന് പറയുന്നതിൻ്റെ എവിടെയെങ്കിലും ഒരു കോർണറിലെങ്കിലും ഒന്ന് കോറിയിട്ട് ഇന്ന് രാത്രി ഒന്ന് ആലോചിച്ച് നോക്ക്. ആ കടലിൽ നിന്ന് കിട്ടിയ ഒരു സ്ത്രീയുടെ കുപ്പായത്തിന്റെ കൈ ഇത്ര നീളണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊരു മുസ്ലിമത്തായ പെണ്ണാണ് എന്നതിന്റെ തെളിവ്. അഡ്രസ് ഇല്ല, ആരാന്നറിയില്ല, കടലിൽ നിന്ന് കിട്ടിയൊരു ബോഡിയാണ്. അതിന് മീറ്റിംഗ് കൂടി ചേർന്നിട്ട പേരാണ് ഫാത്തിമത്ത് സുഹ്റ എന്ന്. അല്ലാതെ അഡ്രസ് കണ്ടുപിടിച്ചിട്ട് കിട്ടിയതല്ല. അതിന്റെ വാപ്പ ആരാന്നറിയില്ല, ഉമ്മ ആരാന്നറിയില്ല, അതിന്റെ ജ്യേഷ്ഠത്തിനറിയില്ല, അനിയത്തിനറിയില്ല, അങ്ങളനറിയില്ല, അഡ്രസ്സും അറിയില്ല. പിന്നെ അവിടുത്തെ മുസ്ലിങ്ങൾ കൂടിച്ചേർന്നൊരു പേരിട്ടതാണ് ഫാത്തിമത്ത് സുഹ്റ. അത് ഞാൻ പറഞ്ഞതാ. ആ ബീവിയെ കുറിച്ച് ഊരറിയില്ല, പേരറിയില്ല എന്നാണ് അതിന്റെ മദഹ് പാടുന്ന കിതാബിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഊരും പേരറിയില്ല. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? അവരെ കുറ്റപ്പെടുത്താനാണോ? അള്ളാന്റെ റസൂല് പറയുന്നത് നഹാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു, അൻ യുജസ്സസൽ ഖബറു, ഖബർ നിങ്ങൾ കുമ്മായം അടിക്കരുത്, ഖബറിന്റെ മേലെ നിങ്ങൾ സിമന്റ് പൂശരുത്. വഅൻ യുബ്ന അലൈഹി, ഖബർ നിങ്ങൾ കെട്ടിപ്പടുക്കരുത്. ഇത് ചെയ്യുന്ന നമ്മള് മലപ്പുറം ജില്ലയിൽ, കേരളത്തിൽ, ലോകത്ത് ഇത് ചെയ്യുന്ന സെലഫികള്, ഖബർ കെട്ടിപ്പടുക്കാൻ പാടില്ല എന്ന് പറയുന്ന സെലഫികള് നബിയോടും സഹാബത്തിനോടും മൗലിയാക്കന്മാരോടും അമ്പിയാക്കന്മാരോടും വലിയ ഷെയ്ഖുമാരോടും ബീബിമാരോടും സ്നേഹമില്ലാത്ത ആള്. നമ്മൾ പുത്തൻവാദി അങ്ങനെ പറയാ. സലാം പോലും പറയാൻ പാടില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. കാരണം പറഞ്ഞു കൊടുക്കണം, എന്താ അറിയോ? അവർ പുത്തൻവാദികളാണ്. ഇതാണ് പഴയ വാദം. ഇത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. ഖബർ നിങ്ങൾ കെട്ടിപ്പടുക്കരുത്. മരോന്റെ തോളിൽ ഷോൾഡറിൽ കൈവച്ചിട്ട് തങ്ങളായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആരായി മരുമോൻ? അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന തങ്ങളുടെ തോളിൽ കൈവച്ചിട്ട് മുത്തുനബിയാകുന്ന തങ്ങൾ പറഞ്ഞ എന്താ അറിയോ? അലി, താങ്കളെ ഞാൻ ഒരു ഡ്യൂട്ടി ഏൽപ്പിക്കുകയാണ്. എന്താ ഡ്യൂട്ടി എന്നറിയോ? കുറെ ഡ്യൂട്ടി ഏൽപ്പിച്ചതിൽ ഒന്നെന്താ അറിയോ? വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. അലി, പൊന്തി നിൽക്കുന്ന ഒരു ഖബറും തട്ടി സമമാക്കാതെ വിടരുത്. അത് ഞാൻ താങ്കളെ ഏൽപ്പിക്കുകയാണ് ഉത്തരവാദിത്തം. ഉണ്ടോ ഇല്ലേ ഹദീസില്? ചിന്തിച്ചോക്ക്, നിങ്ങൾ ചോദിച്ചോക്ക്. വറ്റല്ലൂരിൽ ഇത് കേൾക്കുന്ന ആള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പണ്ഡിതന്മാരോട് പോയി ചോദിച്ചോക്ക്, ഇങ്ങനെയൊക്കെ ഉണ്ടോ ഹദീസില്? അലി റളിയല്ലാഹുവിനോട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, പൊന്തി നിൽക്കുന്ന ഒരു ഖബറും തട്ടി സമമാക്കാതെ നിരപ്പാക്കാതെ വിടരുത് പറഞ്ഞിട്ടുണ്ടോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ചോദിച്ചോക്ക്. നിങ്ങൾ ചോദിച്ചാലേ അറിയാലോ. ഇനി അള്ളാഹിന്റെ റസൂലിന്റെ ഖബർ എത്ര ഉയരണ്ട്? നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്ന് കേരളക്കരയിൽ, ബാക്കി സ്റ്റേറ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കേരളക്കരയിൽ മുസ്ലിങ്ങൾ ഏറ്റവും വലിയ അന്ധവിശ്വാസത്തിലേക്കും ഷിർക്കിലേക്കും വീണു പോകുന്നത്
ഒന്ന് ഖബറുമായി ബന്ധപ്പെട്ടിട്ടാ. കെട്ടിപ്പൊക്കിയ ഖബറ്, അതിൽ കിടക്കുന്ന ആളുകൾ നമ്മളെ സഹായിക്കുമെന്ന വിശ്വാസം. ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്ത്, പരിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത്, പരിശുദ്ധ ഖുർആനിലെ 26-ാം അധ്യായം സൂറത്ത് ശുഅറയിലെ പ്രിയപ്പെട്ടവരെ 71, 72, 73, 74 ആയത്തുകൾ. ഈ ഞാൻ ഈ പറഞ്ഞ 3 സൂറത്തിലെ ആയത്തുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പണ്ഡിതന്മാരുടെ തഫ്സീർ എടുത്തൊന്ന് വായിച്ചു നോക്കി. നിങ്ങൾ നമ്മളെ കുറിച്ചാണോ ഇത് പറയുന്നത് എന്ന് തോന്നിപ്പോവും. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്ത്, 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത്, 26-ാം അധ്യായം സൂറത്ത് ശുഅറയിലെ 71 മുതൽ 74 വരെയുള്ള വചനം. സമയത്തിന്റെ കുറവ് കൊണ്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഞാൻ ആയത്തിന്റെ കഷ്ണം മാത്രം പറയാം. എന്താ? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫ. ഇതെല്ലാം നമ്മുടെ നാട്ടിലും ജാറത്തിന്റെ മുമ്പിൽ പോകുന്ന മുസ്ലിങ്ങൾ പറയുന്നത് മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫ. ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല, ഇവർ ഞങ്ങളെ ഒരടുപ്പം അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ. നമ്മളൊക്കെ ദോഷികളാണ്, നമ്മളൊക്കെ പാപികളാണ്, നമ്മളൊക്കെ കുറ്റം ചെയ്തവരാണ്, നമ്മളൊക്കെ തെറ്റ് ചെയ്തവരാണ്. ഈ ഖബറിൽ കിടക്കുന്ന ആൾ വലിയ മഹാനാണ്, അതുകൊണ്ട് അള്ളാഹുമായി വലിയ അടുപ്പുള്ള ആളാ, അതുകൊണ്ട് നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവരുടെ മുമ്പിൽ വന്നത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഖുർആൻ ഇന്നിറങ്ങിയതാ 1400 വർഷം മുമ്പ് ഖുർആനിൽ പടച്ചോന്റെ കലാമായി പറയുമ്പോൾ അതിനു മുമ്പുള്ള സമൂഹം പറഞ്ഞ ദുർവ്യാഖ്യാനവും ദുർന്യായവുമാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇങ്ങനെയാണ് അവർ പറയുന്നത്. നിങ്ങളത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അന്നത്തെ മനുഷ്യന്മാർ പറഞ്ഞത് ഞങ്ങളതിന് അവരുടെ അടുത്തേക്ക് പോകുന്നത്, അവരാരാധിക്കുന്നത് എന്തിനു വേണ്ടിയല്ലാതെ ആരാധിക്കുന്നില്ല, ഇവർ അള്ളാഹുവിലേക്ക് ഞങ്ങളൊരു അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ. വറ്റല്ലൂരിലെ വല്യമ്മനോട് ചോദിച്ചു നോക്ക്. നിങ്ങൾ ഞാൻ നാടൻ ഭാഷയിൽ പറയണേ, വറ്റല്ലൂരിലെ വല്യപ്പാനോട് ചോദിച്ചു നോക്ക്. നമ്മൾ പറയും, നിങ്ങൾ ജാറത്തിൻ്റെ അടുത്ത് പോയിട്ട് ജാറത്തിലെ ആളോട് പറയല്ലേ, അള്ളഹാനോട് പറയ്. നിങ്ങൾ ഖബറിൻ്റെ അടുത്ത് പോയി ഖബറാളിയോട് പറയല്ലേ, പടച്ചോനോട് പറയ് എന്ന് പറഞ്ഞാൽ അവരെന്താ പറയാ അറിയോ? അവരൊക്കെ ആരാണ് മോനെ, എനിക്കറിയോ? എനിക്ക് എത്ര വയസ്സായി? എൻ്റെ വല്ലിപ്പ 90 വയസ്സിലാണ് മരിച്ചത്, 85-ലാണ് മരിച്ചത്. ആ വല്ലിപ്പ നന്നായി പഠിച്ച വലിയ ആലിമായിരുന്നു. ആലിമ എൻ്റെ വല്ലിപ്പനോട് പറഞ്ഞു തന്നതാ ഈ പണി ചെയ്യാൻ. അപ്പൊ അവരൊക്കെ നരകത്തിലാ, അവർക്കൊന്നും അറിയില്ലേ, അവർക്കൊന്നും ദീനറിയില്ലേ എന്നൊക്കെയാണ് തിരിച്ചു വഹിക്കുക. ഇവരൊക്കെ ആരാ ഈ കിടക്കുന്ന ആളുകള്? ഇപ്പൊ 2022, 2023 പണ്ഡിതന്മാർ പ്രസംഗിക്കണം എന്താ അറിയോ? CM എന്ന് പറയുന്ന ചിത്തടിമിത്തൽ അബൂബക്കർ എന്ന് പറയും. CM എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇനീഷ്യലാണ്, പെൻ്റെ ഇനീഷ്യല് K എന്നാണ്. നമ്മുടെ വീട്ടുപേരിൻ്റെ തുടക്കത്തിലുള്ള ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. KK എന്നുണ്ടാവും, CP എന്നുണ്ടാവും. അതുപോലെ CM എന്ന് പറഞ്ഞാൽ ചിത്തടിമിത്തൽ അബൂബക്കർ. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ CM-നെ കുറിച്ച് പണ്ഡിതന്മാർ പറയണത് എന്താ? അവരുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാർ, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ, എന്താ പറയണത്? ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം ഇടക്കിടക്ക് വന്ന് CM-ന്റെ വീട്ടിൽ നിന്നാണ് കഞ്ഞി കുടിക്കലുണ്ട് ഒപ്പരുന്നിട്ട്. ഇനിയപ്പോൾ അതൊന്നും പറയാനുള്ള സമയമല്ലത്, മനസ്സിലായില്ലേ? ഉമ്മാനോട് ചോദിച്ചല്ലോ, ഉമ്മ നിങ്ങൾ എൻ്റെ കൂടെ കഞ്ഞി കുടിക്കണോന്ന്? CM ഒരു ഉസ്താദിന്റെ പ്രസംഗമാണ്. അപ്പം ഉമ്മ പറഞ്ഞില്ല, നിന്നെ കാണാൻ ഇടക്കിടക്ക് ഇങ്ങനെ ആള് വരുന്നല്ലേ. ഞാനില്ല. ഇയാൾ പോയപ്പോൾ CM ചോദിച്ചു, ഉമ്മ ഈ വന്നത് ആരാ നിങ്ങൾക്ക് അറിയോന്ന്? ഉമ്മ പറഞ്ഞു അറിയില്ല. ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഒരാൾ പുറത്തെ പുള്ളത്തിണ്ടം വരുന്നീനി, ഒരാൾ ഉള്ളിൽ കയറി കഞ്ഞുടിച്ചു. ആര്? ഖിദർ. ഒരാൾ പുള്ളത്തിണ്ടം വരുന്നീന്. പുള്ളത്തിൻ്റെ അറിയില്ലേ പണ്ടത്തെ? അയിമരുന്നിരുന്നു. അപ്പൊ ഉമ്മ ചോദിച്ചു, പുള്ളത്തിണ്ടം വരുന്നത് ആരാ? അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. മൂപ്പര് ഉള്ളിൽ തന്നെ കയറിയിട്ടില്ല, പുള്ളത്തിണ്ടം വരിക്കുക. ജിബ്രീലൊക്കെ വന്നിട്ട് CM-ന്റെ പെരയിൽ പുറത്തത്തെ തിണ്ടം വരുന്ന പോലുണ്ട്. മനസ്സിലാണ്ട്? അപ്പൊ ഈ CM-നെ ഇങ്ങനെ മഹത്വപ്പെടുത്താൻ വേണ്ടി പണ്ഡിതന്മാർ 2022, 2023 പ്രസംഗിക്കുന്ന പ്രസംഗാത് ഇപ്പോഴും CM അന്ന് കുളിച്ച കുളത്തിലടക്കം ഒന്ന് കുളിക്കാറുണ്ട് എന്നാ വേറൊരു മനുഷ്യന്റെ പ്രസംഗം. എന്നിട്ട് ആരും ഇതുവരെ പിടിച്ചിട്ടില്ല, പോയി കണ്ടിട്ടില്ല, കൈ കൊടുത്തിട്ടില്ല. ഇടക്ക് ഉപ്പര ഒന്ന് കുളിക്കലുണ്ട്. മെഡിക്കൽ കോളേജിൽ മരിച്ച മനുഷ്യൻ കുടുംബക്കാർ CM ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞല്ലോ, നമുക്ക് ഇയാളെ മരണം നമുക്ക് താങ്ങാൻ കഴിയില്ല എന്ന്. ഡോക്ടർമാർ പറഞ്ഞു മരിച്ചു എന്ന്, സിസ്റ്റർമാർ പറഞ്ഞു മരിച്ചു എന്ന്. അതുകൊണ്ട് ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ കുടുംബക്കാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഒന്ന് പോയി പറയാൻ നമുക്ക് CM-നോട്. അങ്ങനെ CM-ന്റെ അടുത്ത് കൂടി. CM പറഞ്ഞു മൂപ്പര് പോവാനായിട്ടില്ല, നടക്കുകയായിരുന്നു. നേരെ മെഡിക്കൽ കോളേജിക്ക് CM വന്നു. എന്നിട്ട് വെള്ളത്തുണിയൊക്കെ മൂടിയിട്ട് മയ്യത്തല്ലേ. CM അവിടെ തൊട്ടിട്ട് പറഞ്ഞു, എണീക്കടോ, പോവാനായിട്ടില്ല, എണീക്കുന്ന്.
ഇതൊക്കെയാണ് ഈ 2020-ലും 2021-ലും 2022-ലും 2023-ലും പ്രസംഗിക്കുന്നത്. ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുണ്ടോ? ഇത് നിർവഹിക്കുമ്പോൾ കുറ്റം പറയാണെന്ന് തോന്നുന്നുണ്ടോ? ക്ഷമിക്കണേ, ഇല്ല, ഒരിക്കലും കുറ്റപ്പെടുത്താനല്ല. ഇത് ശരിയല്ല. ഇതൊക്കെ എവിടുന്നാണ്? ഇതെല്ലാം ഈ ഖബറുമായി, ജാറവുമായി, മക്ബറകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൻ്റെ ചില കാര്യങ്ങൾ അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഹദീസ് ഞാൻ പറഞ്ഞു. ഇനി അള്ളാന്റെ റസൂൽ ലോകത്തുനിന്ന് വഫാത്താകുന്ന ദിവസം എല്ലാ മുസ്ലിങ്ങളും ദുഃഖിച്ചു പോയ ദിവസമാണ്. സഹാബ കിറാം വല്ലാതെ ഞെട്ടിപ്പോയ ദിവസമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് ഊരി പിടിച്ച വാളുമായി ആരെങ്കിലും മുത്തു റസൂൽ മരണപ്പെട്ടു വഫാത്തായി എന്ന് പറഞ്ഞാൽ പറഞ്ഞവന്റെ തല ഞാൻ വെട്ടുമെന്ന് പറഞ്ഞ ദിവസമാണ്. എന്നിട്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അള്ളാന്റെ റസൂൽ വഫാത്താവാതെ പോവോ? നമ്മൾ മരിച്ചതുപോലെയല്ല റസൂലുള്ള മരിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മളോട് സമ്മതമൊന്നും ചോദിക്കൂല. നമ്മൾ മരിക്കുമ്പോൾ നമ്മളോട് സമ്മതം ചോദിക്കോ? ഇല്ല. എന്നാൽ മലക്കുൽ മൗത്ത് നബിയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങാനാണോ ഇഷ്ടം, ഇവിടെ തുടരാനാണോ ഇഷ്ടം? ഇല്ലേ? ഹദീസിൽ ഇല്ലേ? ഇസ്ലാമിക പ്രമാണത്തിലില്ലേ? അള്ളാഹുവിൻ്റെ റസൂലോട് മലക്കുൽ മൗത്ത് ചോദിക്കുകയാണ്, ഇവിടെ തുടരാനാണോ താല്പര്യം, അള്ളാഹുവിലേക്ക് മടങ്ങാനാണോ? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിലേക്ക് മടങ്ങാനാണ് ഇഷ്ടം. സമ്മതം ചോദിച്ചിട്ട് ആ റൂഹ് പിടിക്കാൻ തുടങ്ങിയത്. എന്നിട്ടും മരണവേദന കൊണ്ട് പടഞ്ഞു. ഇത്രയും വലിയ മഹനീയ സ്ഥാനം കൊടുത്തിട്ട് സമ്മതം ചോദിച്ച് പടച്ചവന്റെ മുമ്പിലേക്ക് മടങ്ങാനാണോ ഇഷ്ടമെന്ന് ചോദിച്ച് അതേ എന്ന് മറുപടി കിട്ടിയിട്ട് റൂഹ് പിടിക്കാൻ തുടങ്ങിയിട്ട് വിയർത്തു കുളിച്ചു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ നെഞ്ചിനും മടിത്തട്ടിലും പ്രവാചകൻ ഇങ്ങനെ കയറി ഇറങ്ങി കളിച്ചു. മടിത്തട്ടിൽ കിടന്ന് ലോകത്തോട് വിട പറയുമ്പോ ശരീരമാസകലം വിയർത്തു കുളിച്ചു. നെറ്റിത്തടം വിയർത്തു. ആയിഷ എന്റെ നെറ്റിത്തടം ഒന്ന് ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചുകൊണ്ടായെന്ന മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ ദുഃഖിതനായി പറഞ്ഞു, യാ ആയിഷ ഇന്നലിൽ മൗതി ലസക്കറാത്ത്. എന്തൊരു വേദനയാണ് ആയിഷ മരണത്തിന് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മരണസമയത്ത് പറഞ്ഞു. വിശദീകരിക്കണില്ല. എന്നിട്ട് അപ്പ പറഞ്ഞ 2 വാചകങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് മുസ്ലിങ്ങൾ ശരിക്ക് കേട്ടാലേ ഏതൊരു മനുഷ്യന്റെ മനസ്സാ മാറാതിരിക്കുക. എന്താ പറഞ്ഞത്? അവിടെ വെച്ച് പറഞ്ഞ ഒരു പ്രഖ്യാപനമുണ്ട്, 2 പ്രാർത്ഥനയുണ്ട്. ആ മരിക്കുന്ന വഫാത്താകുന്ന സമയം എന്താ പറഞ്ഞത്? ലഅനല്ലാഹ്. ചില റിപ്പോർട്ടിൽ ലഅനത്തുല്ലാഹ, ചില റിപ്പോർട്ടിൽ ലഅനല്ലാഹ്. ഇതിന് മസ്തറും പിന്നെ മാലിയൊക്കെ ആയിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. ലഅനത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ശാപമുണ്ട്. അലൽ യഹൂദി വന്നസ്വാറ, യഹൂദികളുടെ മേൽ നസ്വാറാക്കളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ട്. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. നസ്വാറാക്കളെയും യഹൂദികളെയും പടച്ചവന്റെ ശാപമുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അംബിയാക്കന്മാരുടെ ഖബർ കിട്ടിയാൽ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റും. ഇപ്പൊ യേശുക്രിസ്തുവിന്റെ ശരിക്കുള്ള ഫോട്ടോ പോലും ക്രിസ്ത്യാനികൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ സാങ്കല്പിക ഫോട്ടോ വരച്ചുണ്ടാക്കിയതാ അതിനല്ലേ ആരാധിക്കണത് അല്ലേ? ഒരു നബിയുടെ ഖബർ ക്രിസ്ത്യാനികൾക്ക് കിട്ടിയാൽ അവരൊരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റും. അവരെ ബൈബിളിലൊക്കെ പരാമർശിച്ച ഒരു പ്രവാചകന്റെ ഖബറോലിക്ക് കിട്ടിയാൽ അബ്രഹാം പ്രവാചകൻ, ദാവീദ് പ്രവാചകൻ, സോളമൻ പ്രവാചകൻ, സലൈമാൻ പ്രവാചകൻ, യോനസ് പ്രവാചകൻ ആവട്ടെ, അവരെ ഭാഷയിൽ പറഞ്ഞാൽ ആ പ്രവാചകന്മാരുടെ ഖബർ കിട്ടിയാൽ ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റുന്നു. ഇത് നസ്വാറാക്കളെ കുറിച്ചും ജൂതന്മാരെ കുറിച്ചൊക്കെ അള്ള പറഞ്ഞതാണ്. എന്നിട്ട് അള്ളാന്റെ റസൂല് 2 ദുആ മരണവേദന അനുഭവിക്കുന്ന സമയത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ആയിഷ ബീബി നമ്മുടെ ഉമ്മയുടെ മടിയിൽ കിടന്ന് പറയാണ്. മുത്തുനബിയുടെ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മയുടെ മടിയിൽ കിടന്ന് പറഞ്ഞെന്താ അറിയോ? അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി, പടച്ചവനെ എന്റെ ഖബറിനെ നീ ആക്കി കൊടുക്കരുത് അല്ലാ, വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കി കൊടുക്കരുത് അല്ലാ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? ഒറ്റല്ലൂരിൽ ഈ പരിസരത്ത് എവിടെയെങ്കിലും മുജാഹിദുകളുടെ സംസാരം കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പണ്ഡിതന്മാരോട് ഒന്ന് ചോദിച്ചു നോക്ക്. നമ്മളൊക്കെ നല്ല ബുദ്ധിയുള്ളവരല്ലേ? അത്യാവശ്യം വിവേചന ശക്തിയുള്ളവരല്ലേ? വിവേകമുള്ളവരല്ലേ? ഇൽമും ഹിൽമും ഉള്ളവരല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, പടച്ചോനെ എന്റെ ഖബറിനെ നീ ഒരു ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി മാറ്റരുത് അല്ലാ.
അപ്പൊ ഖബർ ആരാധിച്ചാൽ എന്താവും? കുറെ ആളുകൾ പ്രതിമകളെ പ്രതിഷ്ഠകളെയൊക്കെ ആരാധിക്കുന്നുണ്ട്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പലരും ഖബറിനെ ആരാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബ്ബേ, എൻ്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കി കൊടുക്കരുത് അല്ലാ. രണ്ടാമത്തെ പ്രാർത്ഥന എന്താ അറിയോ? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ. പടച്ചവനെ, എൻ്റെ ഖബർ ഓരോ വർഷവും ഇങ്ങനെ തുടർന്നു വരുന്ന ഒരു ആഘോഷ കേന്ദ്രമാക്കി കൊടുക്കരുത്, ഒരു ഉത്സവ പറമ്പാക്കി കൊടുക്കരുത് റബ്ബേ. പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഇതൊക്കെ സ്വഹീഹായ ഹദീസല്ലേ? അല്ലേ? എൻ്റെ ഖബർ ഒരു ഉത്സവ പറമ്പാക്കി മാറ്റരുത് അല്ലാൻ. മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്ന ഭൂരിപക്ഷ മുസ്ലിങ്ങൾക്ക് ഇന്ന് മുത്തുനബിയുടെ ഖബർ അങ്ങ് തുറന്നു കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ പറഞ്ഞ അഡ്രസ്സ് പോലും ഇല്ലാത്ത ഖബറുകളെ മുസ്ലിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആരാധിക്കുന്നു എന്നവർ പറയണില്ല. ഖബറാളിയോട് ചോദിക്കണേ, ഖബറാളിയോട് സങ്കടം പറയുന്നു, ഖബറാളിയോട് പ്രയാസം പറയുന്നു. ആ കെട്ടിപ്പൊക്കിയ ഖബറിന്റെ മേലെ പച്ചപ്പുതപ്പ് വിരിച്ച് അതിൻ്റെ മേലെ കൈവച്ച് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ പോലും ഇന്ന് വരെ കരഞ്ഞിട്ടില്ലാത്ത വിധം കണ്ണുനീര് കുടുകുടാ ഒലിച്ചു വന്ന് ആ ഖബറിന്റെ മേലെ കൈവച്ച് വിറക്കുന്ന കൈകളുമായി വിതുമ്പുന്ന ചുണ്ടുകളുമായി ഗദ്ഗദമായ തൊണ്ടയുമായി പ്രിയപ്പെട്ടവരെ നനഞ്ഞ കണ്ണുമായി ഈ ഖബറാളിയോട് കുട്ടിയെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, രോഗത്തെക്കുറിച്ച്, കച്ചവടത്തെക്കുറിച്ച് എല്ലാം ആവശ്യപ്പെടുന്നത് കണ്ടിട്ടും നമ്മൾ പറയുന്നു, ഈ ഖബറാളിയെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഞങ്ങൾ ആദരിക്കുകയാണ്, ഞങ്ങൾ ബഹുമാനിക്കുകയാണ് എന്ന്. ഇതല്ലേ നമ്മൾ കേരളക്കരയിലും കേരളത്തിന് പുറത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒരു ഉസ്താദിന്റെ പ്രസംഗത്തിൽ എന്താ കാര്യങ്ങൾ? നമ്മൾക്ക് എന്തൊക്കെ നിഅമത്ത് ഇന്ന് കിട്ടുന്നുണ്ടോ, എന്തൊക്കെ റഹ്മത്ത് ഇന്ന് കിട്ടുന്നുണ്ടോ, എല്ലാം CM-ൽ നിന്നാണ്. ഇവിടെ ഇപ്പൊ ക്ലിപ്പിട്ട് നടക്കുന്ന പ്രസംഗമൊന്നുമല്ല, ആണെങ്കിൽ അത് കേൾപ്പിക്കാം അല്ലേ? എന്താ പറയണത്? എന്തൊക്കെ നിഅമത്തും റഹ്മത്തും നമുക്ക് കിട്ടുന്നുണ്ടോ എല്ലാം CM-ൽ നിന്നാണ്. നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മെ കാത്തി രക്ഷിക്കുമാറാകട്ടെ. വിശ്വാസത്തിന്റെ കാതല്, അടിത്തറ, ബേസ്, തൗഹീദിന്റെ എല്ലാം പൊളിഞ്ഞില്ലേ? എല്ലാ നിഅമത്തും CM-ൽ നിന്നാണ്. നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് മുസ്ലിങ്ങൾ എല്ലാവരും എന്താ പറയണത്? സലാം വിട്ടി ഉടനെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 വട്ടം. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം. പടച്ചോനെ, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. റബ്ബേ, നീ തരാത്ത ഒന്നിനെ വാങ്ങിത്തരാനോ നീ തരുന്ന ഒന്നിനെ തടയാനോ ആരുമില്ല അല്ലാഹ്. ഇത് പറയുന്ന ഒരാളാണ് കേരളത്തിലെ എല്ലാ സംഘടനയിൽപ്പെട്ട മുസ്ലിമും. എന്നിട്ട് പറയാ എല്ലാ നിഅമത്തും മിന്നത്തും റഹ്മത്തും ഒക്കെ CM-ൽ നിന്നാണ്. എന്താണ് സുഹൃത്തുക്കളെ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് കേൾക്കാനിടവരുന്നത്? അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഈ കെട്ടിപ്പൊക്കലൊന്നും ഇസ്ലാമിലുള്ളതല്ല. അള്ളാഹിന്റെ റസൂലിന്റെ ഖബർ എത്ര ഉയരണ്ട്? ഇസ്ലാമിന്റെ കിതാബിൽ നിന്ന് നമുക്ക് വായിക്കാം. എന്താ അള്ളാഹിന്റെ റസൂലിന്റെ ഖബർ എത്ര ഉയരണ്ട്? നമ്മളാരും കണ്ടിട്ടുണ്ടോ? ഇല്ല. ചില ആളുകൾ ഉംറക്കൊക്കെ പോയിട്ട് പറയും, ഞാൻ കണ്ടു അള്ളാഹിന്റെ റസൂലിന്റെ ഖബർ ശരിക്ക് മമ്പറത്തെ ജാറം പോലെ തന്നെ ഉണ്ട്. ഗിന്നസ് ബുക്കിൽ അവാർഡ് ഇട്ടേണ്ട നോണയാണ്. കാണാൻ പറ്റുന്ന നിലയിലല്ല അള്ളാഹിന്റെ റസൂലിന്റെ ഖബർ അവിടെ ഉള്ളത്. ഇങ്ങനെ നോക്കിയാൽ ഒരു കർട്ടന കാണാൻ. ആ കർട്ടൻ്റെ ഉള്ളിലാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീടിൻ്റെ ചുമര്. അന്ന് ഈത്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ ചുമരായിരുന്നു, മറയായിരുന്നു. അത് ദ്രവിച്ചു പോയപ്പോൾ സാധാരണ ചുമര് കെട്ടിയിട്ടുണ്ട്, തിരക്കൊന്നുമില്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ റൂം കെട്ടിയിട്ടുണ്ട്. ആ റൂമിനുള്ളിലാണ് 3 മഹാരഥന്മാരുടെ ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ മഹാരഥന്മാരുടെ 3 ഖബർ ഈ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ റൂമിനുള്ളിലാ. മുത്തുനബി മരണപ്പെട്ട് വഫാത്തായിട്ട് കുറെ ദിവസം കഴിഞ്ഞിട്ട് ആയിഷ ബീബിയെ കുറിച്ച് അന്വേഷിച്ചിറങ്ങി. ആര്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. വേറെ സഹാബക്കള് എന്താ ചോദിച്ചത്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉമ്മാന്ന്? മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ് മുത്തുനബിയുടെ ഭാര്യ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉമ്മാൻ? അപ്പോഴാണ് സ്ത്രീകൾ പറഞ്ഞത്,
വിശപ്പടക്കാൻ പോലും അവിടെ ഗോതമ്പില്ല, ഒന്നുമില്ല, ചോളല്ല, ഭക്ഷണമില്ല. ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ മുത്തുനബിയുടെ ഭാര്യമാർ, പ്രിയപ്പെട്ടവരെ, പട്ടിണിയിലാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഒരു ഖബർ കെട്ടിപ്പൊക്കി ജാറമാക്കി വരുമാനമാക്കുന്ന ഇന്നിന്റെ ലോകത്ത് നിങ്ങൾ ആലോചിക്കണേ. ലോകം കണ്ട റഹ്മത്തുല്ലിൽ ആലമീനായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യം ഖബറിൽ എഴുന്നേൽക്കുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാളെ സ്വർഗത്തിന്റെ 8 വാതിലിൽ ഇഷ്ടമുള്ള വാതിൽ പോയി മുട്ടി തുറപ്പിക്കാൻ പടച്ചവൻ അവകാശം നൽകിയ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ ആ ശരീരമാണ് മണ്ണിലേക്ക് ദ്രവിച്ചു പോവാത്ത അവിടുത്തെ ഭൂമേനിയാണ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ഉള്ളിലുള്ളത്. എന്നിട്ട് അവിടുന്ന് പട്ടിണിയാണ്. ആ മയ്യത്ത് വെച്ച്, മുത്തുനബിയുടെ ഖബർ വെച്ച് ഒരു നയ പൈസ വരുമാനം ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കിയോ? പട്ടിണിയായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു പറഞ്ഞു, ആയിഷ ബീവി ഉമ്മാക്ക് വേണ്ട എല്ലാ ചെലവും ഞാൻ വഹിക്കുന്നു. പട്ടിണിയായിരുന്നു സുഹൃത്തുക്കളെ. എന്നിട്ടും എന്താണ് നമ്മുടെ സമൂഹത്തിന് ഉണരാൻ പറ്റാത്തത്? നമ്മുടെ സമൂഹത്തിന് അത് മനസ്സിലാകാതെ പോകുന്നത്? ഞാൻ ആ വിഷയത്തിൽ 3-ാമത്തെ പോയിന്റിലാണ് ഇപ്പൊ ഇത്രയും സമയം പറഞ്ഞത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ച സ്വഹാബ കിറാം, അതിനെ കേട്ട മദ്ഹബിന്റെ ഇമാമുകൾ, ഷാഫി മദ്ഹബിൽ ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നത് എന്താ അറിയോ? വതജിബുൽ മുബാദറ വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലതി അലൽ ഖുബൂർ. ഇത് ഹിയ. എത്ര ക്ലിയർ ആയിട്ടാ എന്താ പറയുന്നത്? ഖബറിന്റെ മേലെ ഉണ്ടാക്കിയ എടുപ്പ്, കുബ്ബകൾ പൊളിച്ചു നീക്കൽ നിർബന്ധമാണ്. നമ്മളൊക്കെ നാട്ടിലെ സമസ്തയുടെ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിലായി പറയണത്. നമ്മളെ നാട്ടില് പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിലാണ് പറയുന്നത് തജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലതി അലൽ ഖുബൂർ. ഇത് ഹിയ അളറു മിൻ മസ്ജിദിൽ ളിറാർ لأنها أسست على معصية رسول الله صلى الله عليه وسلم لأنه نهى عن ذلك. അള്ളാന്റെ പ്രവാചകന്റെ കൽപ്പനക്കെതിരാണ് ഖബറിന്റെ മേലെ എടുപ്പുണ്ടാക്കുക, ഖബറിന്റെ മേലെ പടുത്തുണ്ടാക്കുക, ഖബറിന്റെ മേലെ കുബ്ബയുണ്ടാക്കുക എന്നത് മുത്തുനബിയുടെ കൽപ്പനക്കെതിരാണ്. കപട വിശ്വാസികൾ ഉണ്ടാക്കിയ പള്ളിയേക്കാൾ അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് ഖബറുകൾക്ക് മേലെ ഉണ്ടാക്കിയ എടുപ്പുകളും കുബ്ബകളും പൊളിച്ചു നീക്കൽ നിർബന്ധമാണ്. ഷാഫി മദ്ഹബാണ് പറഞ്ഞു കൊടുക്കുന്നത്. കേരളത്തിലെ ഭൂരിപക്ഷ മുസ്ലിങ്ങൾ ഷാഫി മദ്ഹബിന്റെ ആളുകളാ. ഈ കിതാബൊക്കെ പള്ളി ദർസിൽ ഓതിക്കൊടുക്കുന്ന കിതാബാ. എന്നിട്ട് എന്താണ് നമ്മുടെ ഉമ്മത്ത് ഈ കാര്യം മനസ്സിലാക്കാതെ പോകുന്നത്? അവിടെ ഖബറിനെ ഖബറായി, സാധാരണ ഖബറായി വെക്കണം. മുത്തുനബിയുടെ ഖബർ എത്ര വലിപ്പുണ്ട് നീ ഞാൻ കിതാബ് ഒന്ന് വായിക്കാറില്ലേ? കേട്ടോളൂ. റുഫിഅ ഖബറുഹു, റുഫിഅ ഖബറുഹു. മുത്തുനബിയുടെ ഖബർ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, നഹ്വം മിൻ ശിബർ, നഹ്വം മിൻ ശിബർ, ഒരു ചാണോളം. ആരെന്ത് നുണ പറഞ്ഞാലും അതൊന്നും ഇസ്ലാമിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. കണ്ട സ്വഹാബികളെ ജാബിർ റളിയല്ലാഹു പറയണത്. ജാബിർ റളിയല്ലാഹു ലോകത്തോട് പറയാ റുഫിഅ ഖബറുഹു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, നഹ്വം മിൻ ശിബർ, ഒരു ചാണോളം. എന്നിട്ട് അതിനെ വിശദീകരണം പറഞ്ഞാൽ എന്താ? സഹാബികള് ചെരക്കല്ലിങ്ങനെ വാരിയിട്ട് വെതറിയിട്ടതുപോലെ ഒരു ചാൺ ഉയരത്തിൽ പരന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു മുത്തുനബിയുടെ ഖബർ. എന്നിട്ടും പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ അമ്പിയാക്കന്മാരെ ആദരിക്കാത്തവരാണ്, ഔലിയാക്കന്മാരെ ബഹുമാനിക്കാത്തവരാണ്, പണ്ഡിതന്മാരെ ബഹുമാനിക്കാത്തവരാണ്. മരിച്ചാൽ പിന്നെ ഒന്നും യാതൊരു പ്രത്യേകതയുമില്ലാതെ. എൻ്റെയൊക്കെ നാട്ടിലൊരു ഉസ്താദ് പ്രസംഗിച്ച എന്താ അറിയോ? നിലമ്പൂര് കാട്ടുന്ന് തേക്ക് കെട്ടുണ്ടോണായിരിക്കാം കൊണ്ടുപോകാൻ മയ്യത്ത് എന്ന്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. എന്താണ് അപ്പം പ്രയോഗമൊക്കെ? എന്താ അങ്ങനെ പറയാനുള്ള കാരണം? മിണ്ടാതെയാണ് പോവുകയാണ്. തേക്ക് കെട്ടുണ്ടാവുമ്പോൾ ആരും കാണാതെ മെല്ലെ പതുങ്ങി പോകും. അതേമാതിരിക്കാണ് മയ്യത്തുണ്ടാവുക, ആരും അറിയാതെ അങ്ങനെ മിണ്ടാതെ കൊണ്ടുപോവാണ്. ഇതാരെയാണ് ഈ കളിയാക്കണത്? ഇപ്പം ഷാഫി മദ്ഹബിലെ 2-ാം ഷാഫി എന്നറിയപ്പെടുന്ന പണ്ഡിതൻ ആരാ? ഇമാം നബവിയാണ്. ഇമാം നബവി ഈ വിഷയത്തിൽ എന്താ പറഞ്ഞത്? വലിയ പണ്ഡിതനല്ലേ ഇമാം നബവിയൊക്കെ? എത്ര വലിയ മഹാനായ പണ്ഡിതനാണ് ഇമാം നബവി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമായ അൽ അദ്കാറിൽ ഇങ്ങനെ പറഞ്ഞത്, അസ്സുകൂത്ത് ഫി ഹാലി സൈരി മഅൽ ജനാസ. മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ അസ്സുകൂത്ത്,
മൗനമാണ് വേണ്ടത്. വളരെ മൗനമായിട്ടാണ് പോകേണ്ടത്. ഫലാ യർഫഅ സൗതൻ ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ. ദിക്ർ ചൊല്ലിക്കൊണ്ട് ശബ്ദമുയർത്തരുത്, ഖുർആൻ ഓതിക്കൊണ്ട് ശബ്ദമുയർത്തരുത്. അസ്സുക്കൂത്ത്, മൗനമാണ് വേണ്ടത്. ആര്? ഷാഫി മദ്ഹബിലെ അഗ്രഗണ്യ പണ്ഡിതനായ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി പറയാണ്, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെ പോകണം. അത് ചെയ്യണം നമ്മൾ പുത്തൻവാദി. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അഫ്ളലായ ദിക്റിന് പോലും എതിരാണ് എന്ന് പാവപ്പെട്ട മുസ്ലിങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ഈ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. എത്ര കിതാബുകളാണ് ഈ അർത്ഥത്തിലൊക്കെ. ഇപ്പം മരിച്ചു ഒരാൾ, ആ മരിച്ചാൽ അവിടെ ഇരുന്ന് നമ്മൾ ഖുർആൻ ഓതാത്തത് കൊണ്ട് പ്രാർത്ഥന ഇല്ല. മരിച്ചാൽ സാധാരണ ഒരു മൃഗം, അങ്ങനെയൊക്കെയായിട്ട് പറയാറുള്ളത്, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ, ഒരു മൃഗം ചത്തുപോയതുപോലെ, ഒരു മൃഗം തീർന്നു പോയതുപോലെ കൊണ്ടുപോയിട്ട് കുടിച്ചിടുക എന്നല്ലാതെ വേറെ ഒരു ദിക്റോ പ്രാർത്ഥനയോ ഒന്നുമില്ല എന്നാണ് പറയാറുള്ളത്. ഇതൊക്കെ പറയാനുള്ള കാരണം എന്താ? മയ്യത്ത് മുന്നിൽ വെച്ച് നമ്മൾ ആരും ഇങ്ങനെ ഖുർആൻ ഓതിയിരിക്കാറില്ല. എന്തേ? ഖുർആനോട് എതിരായിട്ടാണോ? ഖുർആൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യനോട് ബഹുമാനവും ആദരവും ഇല്ലാത്തത് കൊണ്ടാണോ? എത്ര സ്വഹാബികളാണ് അള്ളാന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് മരിച്ചത്? എന്നിട്ട് ഏതെങ്കിലും ഒരു സഹാബിയുടെ മുമ്പിലിരുന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രിയപ്പെട്ടവരെ, ഈ മയ്യത്തിന്റെ ചുറ്റുമിരുന്നോ അടുത്തിരുന്നിട്ടോ പരിശുദ്ധ ഖുർആൻ ഓതിയതിന് രേഖ ഉണ്ടോ? രേഖ ഇല്ല എന്ന് മാത്രമല്ല, പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിൽ പറയുന്നത് അങ്ങനെ ഓതുകയല്ല വേണ്ടത്, ഓതരുതെന്നാ പഠിപ്പിക്കണേ. ഞാൻ വായിച്ചാലേ കേട്ടോളൂ നിങ്ങള്. എവിടുന്ന്? എന്ന ആയത്ത് ഖുർആനിലുണ്ടല്ലോ. ഓരോ മനുഷ്യനും അവന്റെ അധ്വാനത്തിൽപ്പെട്ടതാണ് ലഭിക്കുക എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന് വിശദീകരണം പറയുന്ന സ്ഥലത്ത് ഷാഫി മദ്ഹബിലെ ഏറ്റവും നല്ല തഫ്സീറായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിൽ മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇമാം ഷാഫിയുടെ ഖൗൽ എടുത്തു കൊടുക്കുകയാണ്. ആരുടെ ഖൗല്? ഇമാം ഇബ്നു കസീർ ഈ ആയത്തിന് വിശദീകരണം പറയുമ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖൗൽ എടുത്തു കൊടുക്കുകയാണ്. എന്താ ഖൗല് കേട്ടോളൂ. വമിൻ നാദിഹിൽ ആയ അൽ കരീമ, ഈ മഹത്തരമായ ആയത്തിൽ നിന്ന്, ഏതാണ് ആയത്ത്? വല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്ത്. വമിൻ നാദിഹിൽ ആയ അൽ കരീമ, ഈ മഹത്തരമായ ആയത്തിൽ നിന്ന് ഇസ്തംബത്ത ശാഫിഈ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്തിംബാത്ത് ചെയ്യുന്നു, തെളിവെടുക്കുകയാണ്. വമനിത്തബഅഹു, ഇമാം ഷാഫിയെ പിന്തുടർന്നവരും തെളിവെടുക്കുകയാണ്. എന്താ തെളിവെടുത്തിട്ട് പറയുന്നത്? ലാ യസ്ലു യഹ്ദാഉ സബാബിഹാ ഇലൽ മൗതാ, മരിച്ച ഒരാളുടെ അടുത്തിരുന്ന്, എങ്ങനെ? ശ്രദ്ധിച്ചു കേട്ടോളൂ. ലാ യസ്ലു യഹ്ദാഉ സബാബിഹാ ഇലൽ മൗതാ, ഏതിനെ കുറിച്ചാ പറയുന്നത്? അന്നൽ ഖിറാഅത ലാ യസ്ലു യഹ്ദാഉ സബാബിഹാ ഇലൽ മൗതാ. മരിച്ച സ്ഥലത്തിരുന്ന ഒരാൾ ഖുർആൻ ഓതിയാൽ ആ മയ്യത്തിലേക്ക് അതിന്റെ പ്രതിഫലം കിട്ടുകയില്ല. എന്താ കാരണം കൂടി പറഞ്ഞുതരാ ഷാഫി ഇമാമ്. ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, ഇത് ഈ മരിച്ചു കിടക്കുന്ന ആളുടെ പ്രവൃത്തിയിൽപ്പെട്ടതല്ല, അയാളുടെ അധ്വാനത്തിൽപ്പെട്ടതല്ല. പിന്നെ വിശദീകരിച്ചു തരാണ്, അവിടെ മാത്രം നിർത്തിയില്ല. വലിഹാദ, കേട്ടോളൂ, പ്രധാന വാക്കാണ് വലിഹാദ. ലം യൻതുബ് ഇലൈഹി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ഒരു സുന്നത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. ഷാഫി ഇമാമ പറയണത്. മരിച്ചെടുത്തിരുന്ന് ഖുർആൻ ഓതിയ മയ്യത്തിന് കിട്ടൂല, ഇങ്ങനെ ഒരു സുന്നത്ത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. പിന്നെ മാത്രമല്ല, ഇനി കേട്ടോളൂ കേട്ടോ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പ്രവാചകനെ കുറിച്ച് തൊട്ട് സംസാരിക്കുക ഇങ്ങനെ ഒരു സുന്നത്ത് പഠിപ്പിച്ചിട്ടില്ല. വലാ ഹസ്സഹും അലൈഹിം വലാ അർഷദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഇമാഇൻ, ഖണ്ഡിതമായ തെളിവോ സൂചനാപരമായ തെളിവോ ഈ വിഷയത്തിൽ പ്രവാചകനിൽ നിന്ന് വന്നിട്ടില്ല. വലം യുൻകൽ ദാലിക മിൻ അഹദിൻ മിനസ് സ്വഹാബ, ഒരൊറ്റ സഹാബത്തിൽ നിന്നും ഇങ്ങനെ മരണസ്ഥലത്തിരുന്ന് മയ്യത്തിന്റെ അടുത്തിരുന്ന് പരിശുദ്ധ ഖുർആൻ ഓതണമെന്നതിന് ഒരൊറ്റ സഹാബിയിൽ നിന്നും തെളിവ് വന്നിട്ടില്ല. ഇത്ര ക്ലിയർ ആയിട്ടാ പറയണത്. ഇനി അങ്ങനെ നീണ്ടു പോവുക.
അപ്പോൾ നമ്മളിത് ചെയ്യാൻ കാരണം എന്താ? നമ്മളിത് ചെയ്യരുത്, ഇത് ഈ ഖുർആൻ ഓതാതിരിക്കാനുള്ള കാരണം എന്താ? അത് പ്രവാചകനും സഹാബത്തും നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. നമുക്ക് ഖുർആൻ എപ്പോഴും ഓതായിരുന്നു, സംശയമില്ല. ഖുർആൻ ഓതിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ റബ്ബിനോട് പറയാം, അതിനൊന്നും തർക്കമില്ല. പക്ഷെ ഒരു മയ്യത്തിൻ്റെ അടുത്തിരുന്ന് പരിശുദ്ധ ഖുർആൻ അതൊരു പ്രത്യേക ചടങ്ങാക്കി ഓതാൻ സഹാബത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് കാണിച്ചു കൊടുക്കുകയോ സഹാബത്ത് താബീങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയോ ചെയ്ത രീതി അള്ളാഹുവിൻ്റെ ദീനിലില്ല. അപ്പോൾ ഇത് ചെയ്യാതിരിക്കുന്ന നമ്മൾ പുത്തൻവാദികളായി. ഇനി മയ്യത്ത് കൊണ്ടുപോകാൻ അൽ ഫാത്തിഹ ഇങ്ങനെ പ്രമാണത്തിലില്ല. ഫാത്തിഹ സൂറത്തിനെതിരായിട്ടല്ല, അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫാത്തിഹ പ്രമാണത്തിലില്ല. അവിടെ ഒരു സൂറത്തുൽ മുൽക്ക് എല്ലാവരും കൂടി ഇങ്ങനെ ഓതുക, പ്രമാണത്തിലില്ല. ഇത് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ മയ്യത്തിനോട് ആദരവില്ലാത്തവരായി മാറുന്നു, മയ്യത്തിനെ പരിഗണിക്കാത്തവരായി മാറുന്നു. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തും ഈ നിലക്ക് പോയി എന്നല്ലേ പ്രമാണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്? ഈ കളിയാക്കലുകൾ അള്ളാഹുവിന്റെ പ്രവാചകനിലേക്ക് ചെന്ന് ചേരില്ലേ? ഇങ്ങനെ നിങ്ങൾ വിഷയങ്ങളൊന്ന് പഠിച്ചു നോക്ക്. ഞാൻ 4-5-6 ഉദാഹരണങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഓരോ വിഷയങ്ങളെടുത്ത് പരിശോധിച്ചോളൂ. സുബൈയുടെ കുനൂത്ത് എടുത്ത് പരിശോധിച്ചോളൂ. സഹാബി പറയാണ്, ഞാൻ നബിയുടെ പിറകിൽ നിസ്കരിച്ചു കേട്ടോ, വലം യകുനുസ്, അവിടുന്ന് കുനൂത്ത് ഓതിയില്ല. വസല്ലൈതു ഖൽഫ അബൂബക്കർ, ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പിന്നിൽ നമസ്കരിച്ചു, വലം യകുനുസ്, അവിടുന്ന് കുനൂത്ത് ഓതിയില്ല. സല്ലൈതു ഖൽഫ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിലും ഞാൻ നമസ്കരിച്ചു, വലം യകുനുസ്, അവിടുന്ന് കുനൂത്ത് ഓതിയില്ല. സല്ലൈതു ഖൽഫ ഉസ്മാൻ വസല്ലൈതു ഖൽഫ അലി, ഞാൻ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പിന്നിലും നമസ്കരിച്ചു, അവിടുന്ന് കുനൂത്ത് ഓതിയില്ല. സുബൈയുടെ കുനൂത്തിനെ കുറിച്ച് പറയണത് ഹദീസിന്റെ ഗ്രന്ഥത്തിലെ അല്ലേ, ഇസ്ലാമിക ഗ്രന്ഥത്തിൽ, ഇസ്ലാമിന്റെ അധ്യാപനത്തിൽ നോക്ക് നിങ്ങൾ. നബിയുടെ കൂടെ 4 ഖലീഫന്മാരുടെ കൂടെയും നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയ സഹാബിന്റെ മോനോട് പറയാ, യാ ബുനയ്യ, പൊന്നാര മോനെ, ഇന്നഹാ ബിദ്അ, ഈ സുബൈക്ക് മാത്രമുള്ള കുനൂത്ത് മോനെ ബിദ്അത്താണ് മോനെ, ഞാൻ നബിയുടെ ബാക്കിൽ നിസ്കരിച്ചതാണ് മോനെ, അള്ളാന്റെ റസൂൽ സുബൈക്ക് മാത്രമുള്ള കുനൂത്ത് നിർവഹിച്ചിട്ടില്ല മോനെ. ഞാൻ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും ഇവരൊക്കെ 4 പേരുടെ പിന്നിലും ഞാൻ അവരൊക്കെ ഇമാമായി, ഞാൻ മൗമൂമായി നിസ്കരിച്ചതാണ് മോനെ. വലം യകുനുസ് വലം യകുനുസ് വലം യകുനുസ്, അവരാരും അങ്ങനെ ഒരു കുനൂത്ത് നടത്തിയിട്ടില്ല മോനെ. യാ ബുനയ്യ, പൊന്നാര മോനെ, ഇന്നഹാ ബിദ്അ, അത് ബിദ്അത്താണ് മോനെ. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യണില്ല. നവിത്തറുള്ള കുനൂത്തോ അത് പ്രമാണത്തിലുള്ളതാണ്. സുബൈക്ക് മാത്രമുള്ള കുനൂത്തോ പ്രമാണത്തിലില്ലാത്തതാണ്. അപ്പൊ നമ്മൾ ഇസ്ലാമിനെതിരാവോ? അപ്പൊ സഹാബത്ത് ഇസ്ലാമിനെതിരാണോ? ആണോ? ഖബറിന്റെ അടുക്കൽ ചെന്ന് നമുക്ക് തസ്ബീത്ത് ചെല്ലാം. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബൈ, ഈ തുടങ്ങുന്ന തസ്ബീത്ത് നമ്മൾ എല്ലാവരും ചൊല്ലാറില്ലേ? നമുക്ക് ഒരു സമയം ചൊല്ലാം. അത് കഴിഞ്ഞിട്ടോ അതിന് മുമ്പോ ആ മയ്യത്തിന്റെ തലയുടെ ഭാഗത്തിരുന്നൊരു തൽഖീൻ ഓതി കൊടുക്കുക എന്നത് നബിയും സഹാബത്തും താബീങ്ങളും കാണിച്ചു തരാത്തതാണ്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാറില്ല. ഞാൻ എൻ്റെ കുടുംബത്തിൽ ഒരാൾ മരിച്ചപ്പോൾ ഞാൻ ആ മയ്യത്ത് നമസ്കാരത്തെ പങ്കെടുത്തു. ഖബറിൻ്റെ അടുത്തെത്തി. ഖബറിലേക്ക് മയ്യത്ത് വെക്കുന്നതിന് മുമ്പ് അവിടുത്തെ പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് പോക്കറ്റിൽ നിന്നൊരു പേപ്പർ എടുത്തിട്ട് പിന്നെ ഈ മയ്യത്തിൻ്റെ തുണിയിൽ ഇങ്ങനെ കോർത്ത് വെച്ചു. അപ്പം ഞാനൊന്നിങ്ങനെ എത്തി നോക്കി എന്താണ് ഈ പേപ്പറിലെന്ന്. അപ്പം എന്താ അറിയോ, ഖബറിൽ ചോദിക്കുന്ന ചോദ്യവും ഉത്തരവും പേപ്പറിൽ എഴുതി മയ്യത്തിൻ്റെ തുണിയിൽ വെച്ചു കൊടുക്കുകയാണ്. നഊദു ബില്ലാഹ്. നിങ്ങൾ ചിന്തിക്കണ്ടോ? മലപ്പുറം ജില്ലയിൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ഉമ്മ മരിച്ചിട്ട് എന്ത് ഇപ്പം 2 മലക്കുകൾ വരും, മർറബ്ബുക്കാന്ന് ചോദിക്കും. അപ്പോൾ അതിന് പറയേണ്ട ഉത്തരം മദീനുക്കാന്ന് ചോദിക്കും, അതിന് പറയേണ്ട ഉത്തരം. ഈ പേപ്പറിൽ ചോദ്യം ഉത്തരം എഴുതിയിട്ട് മയ്യത്തിൻ്റെ തുണിയിൽ കോർത്തിട്ട് മയ്യത്ത് ഖബറിലേക്ക് ഇറക്കുക. ആ അങ്ങാടിയിൽ ഞാൻ പറഞ്ഞു, ഓൾക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ, അതേ അങ്ങാടിയിൽ ഞാൻ പ്രസംഗിച്ചു, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഇവിടുത്തെ ഉമ്മ മരിച്ചപ്പോൾ നിങ്ങൾ ഈ പണി ചെയ്തിട്ടുണ്ട് ഇവിടെ ഇല്ലേ? ഇത് എവിടുത്തെ ദീന? എവിടെ പ്രമാണത്തിലുള്ളത്? ഞാനിത് പറയുന്നത് പ്രിയപ്പെട്ടവരെ, ഈ അർത്ഥത്തിൽ ഇങ്ങനെ ദീനിലേക്ക് നമ്മൾ കടത്തിക്കൂട്ടുന്നത് അപകടമാണ് എന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ മാറ്റി നിർത്തി ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ കേട്ടോ. തെറ്റിദ്ധാരണകൾ മാറ്റി നിർത്തി ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. കണ്ണൂക്ക് നിങ്ങൾ പഠിച്ചു നോക്ക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല,
താബീങ്ങൾക്കറിയില്ല, സ്വഹാബത്തിനറിയില്ല, മദ്ഹബിന്റെ ഇമാമുകൾക്കറിയില്ല. എവിടെയുള്ളത് കണ്ണൂക്ക്? 3 ദിവസം മരിച്ച വീട്ടിലേക്ക് നമ്മളോട് അങ്ങോട്ടുണ്ടാക്കി കൊടുക്കാനാണ് പറഞ്ഞത്. അയൽവാസികളോട്, കുടുംബക്കാരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, സാരല്ല എന്ന് പറയണം, അവരെ ആശ്വസിപ്പിക്കണം, നമുക്കൊക്കെ മരിക്കാനുള്ളതാന്ന് പറയണം. അങ്ങനെ 3 ദിവസം നിങ്ങൾ അവരെ പ്രത്യേകം പരിഗണിക്കണം. അയൽവാസി ഒരാൾ മരിച്ചാല് നമ്മൾ അങ്ങോട്ട് ഭക്ഷണം കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട്, നിങ്ങൾ കിടക്കല്ലേ, എണീക്ക്, ബാങ്ക് കൊടുത്ത് നിസ്കരിക്ക്, ദാ നമുക്കൊക്കെ മരിക്കണ്ടേ, ഞാൻ കുറച്ച് കഞ്ഞിണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ കുടിക്കി എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. 3-ാമത്തെ ദിവസം അവിടെ നല്ല ബിരിയാണി റെഡിയാക്കി, നല്ല ഭക്ഷണം റെഡിയാക്കി, അത് കഴിച്ച് ഏമ്പക്കം വിട്ട് പോരാനല്ല അള്ളാഹുവിന്റെ ദീന് പറഞ്ഞത്. അങ്ങനെ ഒരു കണ്ണൂക്കി എന്ന ഏർപ്പാട് ഖുർആന് കൊണ്ടും സുന്നത്ത് കൊണ്ടും പ്രമാണങ്ങൾ കൊണ്ടും ഇസ്ലാമിക ലോകത്ത് തെളിയിക്കാനേ കഴിയില്ല. അതിനെതിർക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനക്കെതിരാവ് എന്ന് പറയുന്നു. കണ്ണൂക്കിനെ പറ്റി പറയുന്നത്, അത് ഉസ്താദുമാരി എല്ലാവരും വിളിച്ചത് പ്രാർത്ഥിക്കാനാണ്. എന്നാൽ പ്രാർത്ഥിച്ചു പോയിക്കോട്ടെ, എന്തിനാ 3-ാമത്തെ ദിവസം വലിയൊരു ഭക്ഷണം ഉണ്ടാക്കണത്? ചില വീട്ടിലൊക്കെ സുഹൃത്തുക്കളെ കല്യാണം തോന്നും, പന്തലിട്ട് ചെമ്പും ബഹളവും ഒച്ചപ്പാടുമാണ്. 3-ാമത്തെ ദിവസം ആശ്വസിപ്പിക്കാൻ വന്നു, ഉസ്താദ് മരിച്ചുപോയ അമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കേട്ടോ. അല്ലെങ്കിൽ ഒരാൾ കാണാൻ വന്നു, ആ വീട്ടുകാരെ, ആ ഉമ്മ മരിച്ചുപോയ അമ്മക്ക് വേണ്ടി, വാപ്പാക്ക് വേണ്ടി, ഈ വീട്ടിലെ ആളുകൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് നടക്കുന്നത് ആണോ? അപ്പൊ ഈ ഏർപ്പാട് മരിച്ച ആളുടെ കണ്ണ് ചാടിപ്പോകുന്ന ദിവസമാണ് എന്നാ പറയണത്, നമുക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാവാം. എന്നാൽ മരിച്ച എൻ്റെ വാപ്പാൻ്റെ, നമ്മുടെ ഉമ്മാൻ്റെ, നമ്മുടെ വല്യമ്മാൻ്റെ, നമ്മുടെ വല്യപ്പാൻ്റെ കണ്ണ് പുഴുക്കൾ കയറി ബോഡിയിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് നിലത്തോക്കി ചാടിപ്പോയി എന്ന് തന്നെ വിചാരിച്ചോളി. അപ്പോൾ നമ്മൾ നാട്ടുകാരൊക്കെ വിളിച്ചിട്ട്, എൻ്റെ അമ്മാൻ്റെ കണ്ണ് ചാടിപ്പോണ ദിവസമാണ്, നമുക്കൊരു ബിരിയാണി എന്നാണ് സന്തോഷിക്കേണ്ട ദിവസം ആണോ? നിങ്ങൾ ചിന്തിക്ക്, നമ്മളെ വാപ്പാൻ്റെ കണ്ണ് ചാടിപ്പോണ ദിവസം, അന്ന പേര് എല്ലാവരും ഒരു ചിക്കൻ ബിരിയാണി അടിക്കാൻ ആണോ? കല്യാണം, അത് പന്തലൊക്കെ ഇട്ടിട്ടുള്ള പരിപാടി, വലിയ ചെമ്പുകൾ വെച്ചിട്ട്. ഇതിനെ എതിർക്കുമ്പോൾ നമ്മൾ എന്തായി? കണ്ണൂക്ക് നടത്തുന്ന ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കല, പ്രാർത്ഥനയ്ക്കെതിരെ. നമ്മൾ പ്രാർത്ഥനയ്ക്കെതിരല്ല, നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോളി, എല്ലാ ദിവസവും ദുആ ചെയ്യണം എന്ന് പറയണത്. അത് 3-ാമത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയൊന്നുമില്ല. പിന്നെ 1-ാമത്തെ ദിവസവും 2-ാമത്തെ ദിവസവും 3ഉം 4ഉം 5ഉം ഒക്കെ വാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യ്, നന്നായിട്ട് പ്രാർത്ഥിക്ക്. മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി പൊറുക്കലിനെ തേട്, മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി മഗ്ഫിറത്തിനും റഹമത്തിനും വേണ്ടി പ്രാർത്ഥിക്ക്. സ്വർഗത്തിൽ അവരോടൊപ്പം എത്താൻ, നമുക്കെത്താൻ, അവർക്കെത്താൻ, അമ്പിയാക്കന്മാരുടെ കൂടെ എത്താൻ, ഔലിയാക്കന്മാരുടെ കൂടെ എത്താൻ ദുആ ചെയ്യ്. ഇതിലൊന്നും നമ്മളാരും ഒരിക്കലും എതിരല്ല പ്രിയപ്പെട്ടവരെ. ഇസ്ലാമിലേക്ക് ഒരു ആചാരം കൊണ്ടുവരാൻ നമുക്ക് അവകാശമില്ല, അർഹതല്ല. അപ്പൊ പിന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ദീന് പൂർത്തിയാക്കി തന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. തുമ്മിയപ്പോ നിങ്ങൾ ചിന്തിക്കാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. ഒരു സഹാബിയുടെ മുമ്പിൽ വെച്ച് ഒരാൾ തുമ്മിയാൽ എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാ എന്ന് പറയണം. ഈ സഹാബിയുടെ മുമ്പിൽ വെച്ച് തുമ്മിയ ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോ പിന്നെ അയാള് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്നും കൂടി പറഞ്ഞു. സഹാബി അയാളെ കൈ കുടിച്ചു. ഇയാളിപ്പോ വലിയ തെറ്റാ ചെയ്തത്. നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ അയാളിപ്പോ എന്ത് തെറ്റാ ചെയ്തത്? ഈ തുമ്മിയ ആള് അൽഹംദുലില്ലാ എന്നും പറഞ്ഞു, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറഞ്ഞു. സഹാബി ആളെ കൈക്ക് പിടിച്ചു, ചോദിച്ചു, തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് നബി പഠിപ്പിക്കണത്, പിന്നെ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് തുമ്മിയാൽ പറയാൻ നിന്നാരാ പഠിപ്പിച്ചു വെച്ചു? ഞാൻ ആരും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ നബിയുടെ പേരിൽ സ്വലാത്തല്ലേ എന്നാ വേണ്ടാറിന്. സ്വലാത്തിനെതിരായിട്ടാ സഹാബി ആണോ? പിന്നെ അതൊരു ആചാരമായിട്ട് വരും. തുമ്മിയാൽ പിന്നെ അൽഹംദുലില്ലാ എന്നതിൻ്റെ കൂടെ പ്ലസ് സ്വലാത്തും കൂടി വേണം എന്ന് മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുണ്ട്. നാവും ഇസ്ലാമിന്റെ പ്രമാണം അങ്ങനെയായി മാറും. അതുകൊണ്ട് കണ്ട ഉടനെ സഹാബി തിരുത്തിയിട്ടില്ലേ? ഇനി ഒരു ഉദാഹരണം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. പള്ളിയിൽ, നബിയുടെ പള്ളിയിൽ, മദീന പള്ളിയിൽ ഒരു യാത്രാ സംഘം വന്ന് കയറി. അള്ളാന്റെ റസൂൽ ലോകത്തുനിന്ന് വഫാത്തായിട്ട് കുറെ കൊല്ലങ്ങളൊന്നും ആയിട്ടില്ല, ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഒരു യാത്രാ സംഘം വന്ന് നബിയുടെ പള്ളിയിൽ കയറി. ശരി, പള്ളിയിൽ ആരും ഇല്ലാത്ത സമയ, അടച്ചു പൂട്ടുന്ന പള്ളിയൊന്നുമല്ല. അവര് പള്ളി വന്നിട്ട് പള്ളിയിൽ കയറി. ആ യാത്രാ സംഘം 4 ടീമായി. എന്നിട്ട് ഒരു ടീം പിന്നെ ഒരു മൂലയിലിരുന്നു, വേറൊരു ടീം മറ്റു ഭാഗത്തിരുന്നു. ഇങ്ങനെ 4 സ്ഥലത്ത് അവരിരുന്നു. എന്നിട്ട് 4 ടീമിന് ഓരോ ലീഡർമാരുണ്ട്, അമീറുമാരുണ്ട്. അതിൽ ഒരു ടീമിന്റെ ലീഡർ പറഞ്ഞു, കബ്ബിറൂമി 100 വട്ടം അല്ലാഹു അക്ബർ ചൊല്ലാൻ പറഞ്ഞു. അവരെല്ലാവരും ഇങ്ങനെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെ 100 വട്ടം ചൊല്ല.
മറ്റേ ടീം പറഞ്ഞു ഹമ്മിദു മിഅ, 100 വട്ടം അൽഹംദുലില്ലാ എന്ന് ചൊല്ലാൻ. മറ്റേ ടീം പറഞ്ഞു സബ്ബിഹു മിഅ, 100 വട്ടം സുബ്ഹാനല്ലാഹ് പറയാൻ. മറ്റേ ടീം പറഞ്ഞു ഹല്ലിലു മിഅ, 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ. ഇപ്പം ഈ പള്ളിയിൽ നടക്കണം എന്താ? വിശാലമായ നബിയുടെ പള്ളിയിൽ ദാ ഒരു സ്ഥലത്തിരുന്നിട്ട് ഒരു ടീം ഇങ്ങനെ 100 വട്ടം തക്ബീർ ചൊല്ലുന്നു, ഒരു ടീം 100 വട്ടം തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു, ഒരു ടീം തസ്ബീഹ് ചൊല്ലുന്നു സുബ്ഹാനല്ലാഹ്, ഒരു ടീം അൽഹംദുലില്ലാ ചൊല്ലുന്നു. തെറ്റാപ്പത്? പള്ളി ആരുമില്ലാത്തൊരു സമയ. പള്ളിക്ക് ആദ്യം വരുന്ന സഹാബി ഇത് കണ്ടു, ചെറുപ്പക്കാരനായ സഹാബി ഒന്നും പറഞ്ഞില്ല. ഇത് കണ്ടിട്ട് ഉടനെ അയാള് തിരിച്ചോടി, പള്ളിയിൽ നിന്ന് നേരെ തിരിച്ചോടി മുതിർന്ന പ്രായമുള്ള സഹാബിന്റെ വീട്ടിൽ ഓടിയിട്ട് പറഞ്ഞു, പള്ളിയിൽ ഒരു പ്രത്യേക പരിപാടി നടക്കുന്നുണ്ട്, നമ്മളാരും ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു പരിപാടികൾ, വേഗം വരീന്ന്. പ്രായമുള്ള സഹാബിനെയും ചെന്നിട്ട് ഇവരിങ്ങനെ ചരക്കല്ല് എണ്ണം പിടിച്ചിട്ട് ഈ ചൊല്ലണത്. തെറ്റാതിരിക്കാൻ 100 ചരക്കല്ല് പൊറുക്കിയിട്ട് ഇങ്ങനെ അല്ലാഹു അക്ബർ ഇങ്ങനെ നീക്കുകയാണ്. ഈ സഹാബികൾ ചെന്നിട്ട് ചരക്കല്ല് വാരി പള്ളിൻ്റെ പുറത്തേക്കാണ് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു എണീക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരെന്താ പറഞ്ഞറിയോ? കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ഉമ്മൊടുക്കുക അല്ല, പിന്നെ നല്ല പരിപാടി, ഞങ്ങൾ യാത്രാ ടീം വന്ന് നബിൻ്റെ പള്ളിയിൽ കയറി തക്ബീറും തഹ്ലീലും തസ്ബീഹും തഹ്മീദൊക്കെ ചൊല്ലിയാണ്, മാഷാ അല്ലാഹ് നല്ല പരിപാടി ചെയ്യുന്ന പറഞ്ഞേ. അല്ല, എന്താ അവർ പറഞ്ഞത്? സഹാബികളുടെ കണ്ണു ചുമന്നു. അവർ പറഞ്ഞു ഈ ടീമിനോട് മുത്തു നബി ഉപയോഗിച്ച വടിയുണ്ട് ഇവിടെ, അത് പൊട്ടിപ്പോയിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ഉപയോഗിച്ച പാത്രമുണ്ട് ഇവിടെ, അത് ഉടഞ്ഞു പോയിട്ടില്ല. മുത്തുനബി ഉപയോഗിച്ച വസ്ത്രമുണ്ട് ഇവിടെ, അത് ദ്രവിച്ചു പോയിട്ടില്ല. അപ്പോഴേക്കും നിങ്ങൾ ദീനിൽ ബിദഅത്ത് ഉണ്ടാക്കുകയാണോ? പോ, പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടു എന്നാ ചരിത്രം. എന്തേ ഇവർ പള്ളിൻ്റെ ഉള്ളിൽ കയറി കുതിരളിച്ചോ? ഇല്ല, തക്ബീറും തഹ്മീദും തഹ്ലീലും തക്ബീറും ഒക്കെ ചൊല്ലിയത്, തസ്ബീഹ ചൊല്ലിയത്. പിന്നെ ഈ ഏർപ്പാട് പിന്നെ ഇസ്ലാമിൻ്റെ ആചാരമായി മാറും. ഉണ്ടോ ഇല്ലേ? ചോദിച്ചു നോക്ക് നിങ്ങൾ. എന്നെ കേട്ട, എവിടെയെങ്കിലും നിന്നിട്ട് ഈ ശബ്ദം കേട്ട ഒരാൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പണ്ഡിതന്മാരോട് ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അവിടെ ഇങ്ങനെ പറയണ കേട്ടു, ഇങ്ങനെ സംഭവം ഉണ്ടോ ഇസ്ലാമിൻ്റെ അധ്യാപനത്തിൽ? ചോദിച്ചു നോക്ക് നിങ്ങൾ, ഒന്ന് ചോദിച്ചു നോക്ക്. പടച്ചോനെ കുറിച്ച് പേടിയുള്ള ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ഉള്ളതിനെ? അപ്പൊ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കണമെന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മളോടൊക്കെ, എനിക്ക് നിങ്ങളോടും എന്നോടുമൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്. ശരി, ഫെബ്രുവരി 10, 11 തീയതിയിൽ മലപ്പുറത്ത് നടക്കുന്ന യൂത്ത് കോൺഫറൻസ്, അവിടെ എന്താ പറയാൻ പോകുന്നത്? എത്രയോ യുവാക്കളും യുവതികളും ഈ വറ്റല്ലൂർ എന്ന് പറയുന്ന പ്രദേശം അടക്കമുള്ള കേരളത്തിലെ ഓരോ മുക്കുമൂലകളിൽ ഇന്ന് പ്രിയപ്പെട്ടവരെ ലഹരി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ലഹരി അതിശക്തമായി MDMA എന്ന് പറയുന്ന ഒരു പഞ്ചസാരയുടെ തരി വലിപ്പമുള്ളതിനെ 2ആക്കി മുറിച്ചാൽ എത്ര വലിപ്പമുണ്ടാവും? ഒരു പഞ്ചസാരയുടെ തരിയുടെ പകുതി. അതാണ് ഒരു +2കാരി പെൺകുട്ടിക്ക് ഒരു ചങ്ങായി കൊടുത്തത്, ജ്യൂസിലിട്ടിട്ട്. പിന്നെ ഓൻ വിളിച്ച സ്ഥലത്തേക്ക് പോകാൻ റെഡിയാ. മനസ്സിലാണുണ്ടോ? അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ പറഞ്ഞത് 500 ചായ ഒരുമിച്ച് കുടിച്ചതുപോലെയാണ്. ഒരു പഞ്ചസാരയുടെ തരിയുടെ പകുതി വലിപ്പമുള്ള MDMA ജ്യൂസിലോ ചായയിലോ ചോറിലോ കറിയിലോ ഇട്ട് കൊടുത്താൽ അത് പൊളിപ്പിച്ചൊക്കെ എത്ര പണിയുണ്ടോ? ഒരു പഞ്ചസാര തരി എന്നിട്ടാൽ അറിയോ അത്ര വലിപ്പമുള്ളത്? അതിൻ്റെയും പകുതി ഒരു ചോറിലോ കറിയിലോ ഭക്ഷണത്തിലോ ചായയിലോ ജ്യൂസിലോ ഇട്ടിട്ട് ഒരു പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ കൊടുത്താൽ പിന്നെ വേറൊരു ലോകത്താ. 500 ചായ ഒരുമിച്ച് കുടിച്ചതുപോലെയായിരിക്കുന്ന. ഞാനൊരു സ്ഥലത്ത് വലിയ ഉയർന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൂടെ ലഹരിക്കെതിരെയുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. അയാൾ ഉദ്ഘാടനം 1/2 മണിക്കൂർ സംസാരിച്ചു. അപ്പം അദ്ദേഹം പറയണേ, ഇത് കൊടുത്തൊരു കുട്ടി 12 മണിക്ക് വിളിക്കുകയാണ്. 12 മണിക്ക് കോളേജ് വിട്ട് പോയപ്പോൾ കുടിച്ചതാ. 12 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഉറങ്ങിയിട്ടില്ല, എന്തൊരു ജ്യൂസാന്ന് തന്നത്, ഭയങ്കര ജ്യൂസാട്ടോ, ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ജ്യൂസ് കുടിച്ചിട്ടില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല, നീ ഇപ്പം എവിടെയുള്ളത്, നീ വന്നാൽ ഞാൻ എൻ്റെ കൂടെ വരാൻ. മനസ്സിലാണ്ടോ? ഈ ചങ്ങാതിനെ ചോദ്യം ചെയ്യുമ്പോൾ പോലീസുകാരോട് ഇപ്പം പറയണ മറുപടിയാണിത്. നമ്മുടെയൊക്കെ മക്കള് പല ക്യാമ്പസിലുമാണ് പഠിക്കുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അത്ര കടുത്ത ലഹരി. ഇപ്പോൾ കഞ്ചാവ് എന്നൊക്കെ പറയാൻ കൃഷി ചെയ്തുണ്ടാക്കണം. MDMA എന്ന് പറഞ്ഞാൽ ഒരു ചിരച്ചട്ടിയും സ്റ്റവും ഉണ്ടായാൽ കേട്ടോ, നമ്മളെ വീടിൻ്റെ കോർണറിലിരുന്ന്, ഒരു തെങ്ങിൻ്റെ ഒട്ടിലിരുന്ന്, ഒരു പ്ലാവിൻ്റെ ഒട്ടിലിരുന്ന്, ഒരു മരത്തിൻ്റെ തണലിലിരുന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ഒരു കോടിപ്പടിൻ്റെ ചോട് കിട്ടിയാൽ അവിടെ ഇരുന്ന് കൃത്രിമമായി ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ ഏറ്റവും ഈ കടുത്ത ലഹരിയായ MDMA.
ഇത് 3 വയസ്സും 4 വയസ്സൊക്കെയുള്ള കുട്ടികളുടെ ശരീരത്തിലേക്ക് എത്തി എന്നാണ് പുതിയ പഠനം. എങ്ങനെ എത്തി? ചില ആളുകളൊക്കെ ഇത് ഉപയോഗിക്കണം. എങ്ങനെ അറിയോ? ഈ മൊബൈലിൻ്റെ സ്ക്രീനിലിട്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞതാ. എന്ത്? ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അയാൾ പറഞ്ഞു, ഇത് മൊബൈലിട്ടിട്ട് ഇങ്ങനെ ഒരു ചെറിയ പഞ്ചസാരയുടെ തരിയുടെ പകുതി മൊബൈലിട്ട് ഞാനിങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ അത് വരക്കും, ഇങ്ങനെ വലിച്ചാണ്ട് പൊടിയാവും. ഞാൻ നാവ് കൊണ്ട് ഈ സ്ക്രീൻ ഇങ്ങനെ നക്കും. അങ്ങനെയാണ് അത് ഉപയോഗിക്കലെന്ന്. അങ്ങനെ ഞാൻ ഉപയോഗിക്കൽ. ഈ മൊബൈല് ഈ വീട്ടിലത്തെ 3 വയസ്സുള്ള കുട്ടി കാർട്ടൂൺ കാണാൻ എടുക്കും കേട്ടോ. അവനിത് പിന്നെ ചുണ്ടത്ത് കടുപ്പിക്കും, മുഖത്ത് തട്ടും. അങ്ങനെ ഈ കുട്ടിയുടെ ശരീരത്തിലും MDMA എത്തിയിരിക്കുന്നു. 3 വയസ്സുള്ള കുട്ടിയുടെ ശരീരത്തിൽ. മനസ്സിലാണ്ടേ പറയണത്? കോളേജ് വിട്ടു പോണ 3 പെൺകുട്ടികൾ, ഞാനൊരു സ്ഥലത്ത് ക്ലിപ്പിട്ടു. 3 പെൺകുട്ടികളോട് ഒരു യൂട്യൂബ് ബ്ലോഗറായ ഒരു പെൺകുട്ടി ചോദിക്കുകയാണ്. ഒരു ചെറിയ മൈക്രോഫോണൊക്കെ ആയിട്ട് വന്നിട്ട് പല ആളുകളും ഇങ്ങനെ ഉണ്ടല്ലോ ഇൻ്റർവ്യൂ ഒക്കെ, ചോദിക്കുകയാണ് ഈ കുട്ടീനോട്, നിങ്ങൾ 3 പേര് ഇപ്പോൾ കോളേജ് വിട്ട് പോകണം. അതെ, പിന്നെ ഈ സമയത്ത് നിങ്ങളോട് ഒരാൾ സെക്സ് ചോദിച്ചാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്താ ഈ സെക്സ് ചോദിക്കാനാൽ? ശരീരം ബന്ധപ്പെടാൻ തരുമോയെന്ന് ഒരാൾ ചോദിച്ചാൽ, ലൈംഗികമായി തരുമോയെന്ന് ചോദിച്ചാൽ എന്താണ് അഭിപ്രായം? എന്തായിരിക്കും ഒരു കുട്ടീൻ്റെ മറുപടി പെട്ടെന്ന് വരേണ്ടത്? ഇനി മറുപടി എന്താ പറയുക? 3 ആൾ 3 തരത്തിലെ മറുപടി പറഞ്ഞ്. ഒരു കുട്ടി പറഞ്ഞു, ചോദിക്കുന്ന ആളെ കാണണം എന്നിട്ടേ മറുപടി പറയാൻ പറ്റുള്ളൂ. മനസ്സിലാണ്ടോ? രണ്ടാമത്തെ കുട്ടി പറഞ്ഞാൽ എന്താ അറിയോ? ഇത് ഇന്നത്തെ കാലത്തൊരു വിഷയമല്ല, പ്രായമുള്ളവർക്കൊക്കെ വലിയൊരു സംഭവമായി തോന്നുന്നുണ്ടാവും. ഞങ്ങൾ ന്യൂജൻ ടീമിന് ഇതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. മൂന്നാമത്തെ കുട്ടി പറഞ്ഞ എന്താ അറിയോ? ചിലപ്പോൾ കൊടുക്കും, ചിലപ്പോൾ കൊടുക്കൂല. നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? ഇത് കേരളക്കരയിലെ മലയാളത്തിൽ അവരച്ഛന്, അവരമ്മ, അവരെ കുടുംബം, ബന്ധുക്കളൊക്കെ ഇത് കേൾക്കുന്നുണ്ടാവില്ലേ? കോളേജ് വിട്ട് പോകുമ്പോൾ ഈ പെൺകുട്ടി വന്ന് ഇത് ചോദിച്ച് ഇത് അവരുടെ യൂട്യൂബിൽ ഈ കാര്യം പബ്ലിഷ് ചെയ്യുമ്പോൾ, ഔട്ടാക്കുമ്പോൾ ഇത് കുടുംബക്കാരും ബന്ധുക്കളും നാട്ടുകാരൊക്കെ കേൾക്കൂല. ഒരു പ്രശ്നമില്ല, ഒരു കൂളായിട്ട് പറയാണ്. അതൊക്കെ ചിലപ്പോൾ കൊടുക്കും, ചിലപ്പോൾ കൊടുത്തില്ല എന്ന് വരും. എന്ത്? ശരീരം ലൈംഗികമായി തരുമോന്നാ ചോദ്യം. അതാ പുതിയ തലമുറ. മനസ്സിലാണുണ്ടോ? ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഇടകലർന്നിരുന്ന് പെൺകുട്ടികളുടെ ടീഷർട്ടിനുള്ളിലൊക്കെ കൈയിട്ട് ഇങ്ങനെ ഇരുന്ന് വളരെ വൃത്തികേട അവസ്ഥയിൽ കണ്ടപ്പോൾ പ്രായമുള്ള ഒരാൾ പറഞ്ഞു, നിങ്ങൾ മാത്രമൊന്നുമല്ല ഈ ബസ് വെയിറ്റിംഗ് ഷെഡിലുള്ള, ഞങ്ങളെപ്പോലെ വൃദ്ധരായ ആളുകളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, ഇതെല്ലാവരും ബസ് കാത്തുക്കണ സ്ഥല, മര്യാദയ്ക്ക് ഇരിക്കണം എന്നാണ് ഈ പ്രായമുള്ളൊരു മനുഷ്യൻ പറഞ്ഞത്. അതിന് ഈ കോളേജിലത്തെ കുട്ടികൾ മറുപടി കൊടുത്താൽ എന്താ അറിയോ? പെട്ടെന്ന് അവിടുത്തെ എല്ലാവരും എണീറ്റു, പെൺകുട്ടികളൊക്കെ എണീറ്റു, ആൺകുട്ടികളെ മടിയിലിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും, നിങ്ങൾക്ക് നിങ്ങളെ പണി നോക്കാന്ന്. ഒരു കൂട്ടം ചെറുപ്പക്കാരോട് ഇരിക്കണ കണ്ടാൽ പ്രായമുള്ള മനുഷ്യരോട് ചെന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ഇവിടെ പണിയെന്ന് ചോദിക്കാൻ പറ്റൂല. പിന്നെ അവിടുന്ന് വരുന്ന വാക്കൊക്കെ ഉണ്ടല്ലോ, ഡിക്ഷണറിയിൽ പോലും തപ്പിയാൽ കിട്ടൂല, അങ്ങനത്തെ വാക്കായിരിക്കും. മുമ്പൊക്കെ ഒരു പ്രായമുള്ള മനുഷ്യരെ ആദരിക്കുക, ഒരു കാരണവരുണ്ടാവും നാട്ടിൽ, ഓരോ ഗ്രാമത്തിലൊക്കെ, അവരൊക്കെ പറഞ്ഞാൽ കേൾക്കുക, അങ്ങനെ ഉണ്ടല്ലോ. ഒന്ന് പ്രായമുള്ള ആളുകളൊക്കെ ഒന്ന് കൂടിയിരുന്ന് തീരുമാനാക്കുക. ഇതൊന്നുമില്ല. എല്ലാ മുതിർന്നവരോടുള്ള ബഹുമാനവും നഷ്ടപ്പെട്ടു പോയി. ചെറിയ കുട്ടികളോട് കരുണയില്ല, ക്രൂരതയാണ്. ചാന്ദിനി എന്ന് പറയുന്ന 5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നത്. ചിന്തിച്ചോക്ക്. 6 വയസ്സ് 8 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണ് ബലാത്സംഗം. ഈ കുട്ടികൾക്ക് എന്താണ് പെണ്ണെന്ന് പോലും അറിയില്ല. ഇതൊക്കെ ലഹരിയുടെ ലോകത്താണ് ഈ ചങ്ങാതിമാര്. നമ്മളെ കുട്ടിയെ മദ്രസയിലേക്ക്, സ്കൂളിലേക്ക് ഒറ്റക്ക്, അടുത്ത സ്കൂളാണ് എന്നാൽ പോലും ഒറ്റക്ക് പറഞ്ഞേക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. 5 വയസ്സുള്ള കുട്ടിക്കറിയോ എന്താണ് എൻ്റെ ശരീരം, പെണ്ണെന്ത്, ആണെന്ത്, സ്ത്രീത്വമെന്ത്, സ്ത്രൈണഭാവമെന്ത്, പുരുഷത്വമെന്ത്, ലൈംഗികതയെന്ത്, ലൈംഗിക അവയവങ്ങൾ എന്ത്, ഇതിൻ്റെ ആസ്വാദനമെന്ത്? ഈ ഒരു 5 വയസ്സുള്ള കുട്ടിക്കറിയോ? അറിയോ? ആ കുട്ടിയോടാണ് ഈ ക്രൂരത. ആ കുട്ടിയെ പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞത് ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ വരെ പൊട്ടിപ്പോയിരുന്നു എന്നാണ്. ഞാൻ പച്ചക്കത് പറഞ്ഞു എന്നേ ഉള്ളൂ. എവിടെ ആരെയും നമ്മൾ വിശ്വസിക്കുക? എവിടെയൊക്കെ നമ്മളെ മക്കളെ പറഞ്ഞേക്കുക? ഇനി മാംഗ്ലൂർ കേട്ടോ, അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പറഞ്ഞ് പഠിപ്പിക്കാൻ വിടുന്ന പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ഞാൻ വെറുതെ പറയല്ലേ, അത്രേ ഉള്ളൂ. ഒരു അടിച്ചു പൊളിച്ച് നടക്കണം, ഒരു ഇഷ്ടപ്പെടുന്ന പാൻറ് ഇട്ടണം, ഇഷ്ടപ്പെടുന്ന ടീഷർട്ട് കിട്ടണം, ശരീരം കൊടുക്കാൻ റെഡിയാ. ഈ പുതിയ തലമുറ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന അത്ര പോലും പിന്നെ ഒരു വലിയ കാര്യമായി തോന്നണില്ല ശരീരം കൊടുക്കുന്നത്. എൻ്റെ ഇഷ്ടം, എൻ്റെ ബോഡി, എൻ്റെ ലൈഫ്, ഇതൊക്കെയാണ് പുതിയ ലോകം. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കും.
ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കും. എല്ലാവരും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുക. പെൺകുട്ടികളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക, കോളേജിൽ നിന്ന് പെൺകുട്ടികളെ പുറത്താക്കേണ്ടി വരിക. എന്താ അറിയോ? ക്ലാസ്സിലിരുന്ന് കള്ളുടിച്ചിട്ടാ. നിങ്ങൾക്ക് മനസ്സിലാണ്ട് ഞാൻ പറയണത്? കോളേജ് ക്ലാസ്സിലിരുന്ന് പെൺകുട്ടികൾ മദ്യപിച്ചിട്ട് പുറത്താക്കേണ്ടി വരിക. ഉമ്മാനെയും ബാപ്പാനെയും അച്ഛനെയും കേട്ടോ വിളിച്ചു വരുത്തേണ്ടി വരിക. എന്നിട്ട് കൊണ്ടുപോയിക്കോ, ക്ലാസ്സിലിരുന്ന് മദ്യപിക്കുക. പുറത്തുനിന്ന് ഹോസ്റ്റലിന് കുടിക്കണമല്ല, ക്ലാസ്സിലിരുന്ന് കുടിക്കുക. ഈ ഒരവസ്ഥയിലേക്ക് പുതിയ തലമുറ എത്തി. ആരെയും ബഹുമാനിക്കാത്ത, അതിനുവേണ്ടി പണിയെടുക്കുന്ന, ഇതൊക്കെയാണ് സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. നിങ്ങളിപ്പോൾ ഈ മലപ്പുറത്തിൻ്റെ വെളിപ്പാടകലയല്ലേ? മലപ്പുറത്തിൻ്റെ കുന്നുമ്മലിൽ പെൺകുട്ടികളെ കൊണ്ടുവന്ന് അവരണിഞ്ഞ ഷാള്, മഫ്തട്ട കുട്ടികളൊന്നല്ല, നല്ല മുസ്ലിം കുട്ടികളാണ്, ഷാളൊക്കെ ഇട്ട് വരുന്ന കുട്ടികളാണ്. ആ കുട്ടികളുടെ ഷാൾ അയച്ച് അരയിൽ കെട്ടി നമ്മുടെ പെൺകുട്ടികൾ മലപ്പുറത്തെ കുന്നുമ്മൽ ഡാൻസ് ചെയ്തു. അതൊരു രാഷ്ട്രീയ പാർട്ടിൻ്റെ പരിപാടിയായിരിക്കാം. പക്ഷെ മുസ്ലിം കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ അവർക്ക് ചില താല്പര്യങ്ങളുണ്ടാവും. കോളേജിലേക്ക് ഇങ്ങനെ വരുന്നോട് തന്നെ ബോർഡ്, ഇനിയിപ്പോൾ പുതിയ വർഷം വരാൻ പോവുക. ഇത് ജനുവരി ആയി, ഫെബ്രുവരി മാർച്ച് അടച്ചു. ഇനി ജൂൺ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, പുതിയ ബാനറുകൾ വരും. കഴിഞ്ഞ പ്രാവശ്യത്തെ ബാനർ എന്താ അറിയോ? ഇങ്ങനെ ഒരു ബാനർ ഇട്ടിരിക്കുക, ഒരു പെൺകുട്ടിയുടെ കാർട്ടൂൺ ചിത്രം, ഒരു ആൺകുട്ടിയുടെ കാർട്ടൂൺ ചിത്രം, അതിൻ്റെ ഇടയ്ക്ക് ഒരു കറുത്ത മതില്, എന്നിട്ട് അടിയിൽ ചോദ്യം: നമുക്കിടയിൽ മതില് സൃഷ്ടിക്കുന്നതാരാ? നമുക്കിടയിൽ അകൽച്ച ഉണ്ടാക്കുന്നതാരാ? ഒന്നിച്ചിരിക്കേണ്ട നമ്മെ വേർപിരിക്കുന്നതാരാ? ഇതൊക്കെ കുട്ടികളോട് ഇങ്ങനെ കാണുക. കോളേജിക്ക് ഇങ്ങനെ അഡ്മിഷൻ തേടി ഡിഗ്രിക്ക് വരുന്ന കുട്ടികൾ, നമ്മളങ്ങനെ വേർപ്പെടുത്താൻ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ഇത് മനസ്സൊക്കെ ഇങ്ങനെ ക്ലാസ്സിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണ്. കോളേജിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളൊരു മഫ്ത, നിങ്ങളൊരു പർദ്ദ, ചാക്കിൽ ദൈവം തന്ന സൗന്ദര്യം ഭയങ്കര ഭംഗിയാണ് നിന്നെ കാണാൻ, ആ സൗന്ദര്യമൊക്കെ ചാക്കിൽ ഇറക്കി വെച്ചിരിക്കുക. ഇതൊക്കെ ലോകത്ത് ആസ്വദിക്കാമല്ലോ എന്നൊക്കെ ചോദിച്ച് കുറേ വട്ടം ചോദിക്കുമ്പോൾ ആ മഫ്തയുടെ പിന്നൊക്കെ അയച്ച് ഷാളാക്കി, പിന്നെ ഓപ്പൺ ചുരിദാറായി, പിന്നെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ വലിപ്പം കുറഞ്ഞു, പിന്നെ പതുക്കെ ഉമ്മാനോട് തട്ടിക്കയറാൻ തുടങ്ങി, ബാപ്പാനോട് തട്ടിക്കയറി സംസാരിക്കാൻ തുടങ്ങി. നിനക്ക് കല്യാണം വേണ്ടാന്ന് പറഞ്ഞു, മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് ഈ ദിവസം ഒരു കുട്ടിയുടെ വിഷയത്തിൽ സംസാരിച്ചു. അതെ, നിങ്ങൾ സൈക്കാട്രിസ്റ്റായിട്ട് പഠിക്കണ കുട്ടിയാണ്. പിന്നെ ആരടുത്തൊക്കെ പോയി കൊണ്ടുപോകണത് ഈ കുട്ടീനെ? ആ കുട്ടിക്ക് ഒരു നിരീശ്വരവാദിയുടെ കൂടെ പോകണം. മനസ്സിലാണ്ട് പറയണത്? എവിടെയൊക്കെയാണ് ഈ സമൂഹം? നൂറയും ഫാത്തിമയൊക്കെ ചാനലിൽ വരിക, എന്നിട്ട് പറയാ, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരുമിച്ച് ജീവിക്കും, ഞങ്ങൾ ജീവിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ആകാശം ഇടിഞ്ഞു വീഴുമോന്ന് ആരാ ചോദിക്കണത്? മഫ്തൊക്കെ ഇട്ട് വന്ന് നല്ല ഇസ്ലാമി ഇത്ര കയ്യൊക്കെ ഉള്ള ചുരിദാറിൻ്റെ ടോപ്പൊക്കെ ഇട്ട് വന്നിട്ട് ചോദിക്കേനെ, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ആകാശം ഇടിഞ്ഞു വീഴുമോ? അത് ചാനലിൽ വന്ന സമയം, നല്ലോണം ആളുകൾ കാണുന്ന സമയം. അതിനൊക്കെ ചാനലിൽ ചില അജണ്ടകളുണ്ട്. ചില ചാനലിലൊക്കെ ചില അജണ്ടകളുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക. എന്നിട്ട് ആളുകൾക്ക് മുമ്പിൽ ഇത് മുസ്ലിം കുട്ടികളെ കിട്ടിയാൽ കാണിച്ചു കൊടുക്കാൻ താല്പര്യപ്പെടുന്ന കുറേ ചാനലുണ്ട്, ഇല്ലേ? ലിബറലിസം ഇവിടെ ഇങ്ങനെ വളർന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. LGBTQ പ്രോത്സാഹിപ്പിക്കുകയാണ്. പെണ്ണും തമ്മിലുള്ള ലെസ്ബിയൻ, ആണുമാനും തമ്മിലുള്ള ഗേ, ഭർത്താവ് ഉണ്ടായിട്ടും ഭാര്യ ഉണ്ടായിട്ടും അതേ ലിംഗത്തിൽപ്പെട്ടവരോടുള്ള ഇഷ്ടം വർദ്ധിച്ച് ലൈംഗികമായ ചേട്ടകൾക്ക് വേണ്ടിയുള്ള ബൈസെക്സ്വൽ, ട്രാൻസ്ജെൻഡേഴ്സ്, പെണ്ണായി ജനിച്ചു ആൺബോധം, ആണായി ജനിച്ചു പെൺബോധം, ഇതൊക്കെയല്ലേ ഈ LGBTQ എന്നൊക്കെ പറഞ്ഞാൽ. അതുകൊണ്ട് എന്നെ കേട്ടവരോട് എനിക്ക് പറയാനുള്ളത്, അവസാനിപ്പിക്കുക, എന്നെ കേട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കളെ ശരിയായ വിധത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ പരിഹാരം ദീന് കൊടുക്കുക എന്നതാണ്. പരിഹാരം ദീന് കൊടുക്കുക എന്നുള്ളതാണ്. ശരിക്ക് അല്ലാൻ്റെ ദീന് പഠിപ്പിക്കുക, ശരിക്ക് ഖുർആൻ പഠിപ്പിക്കുക, പരലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുക, മരണത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക, മരണാനന്തര ജീവിതത്തെ ഓർമ്മപ്പെടുത്തി കൊടുക്കുക, തൗഹീദ് ഉറപ്പിക്കുക, ഏകനായ റബ്ബിനെ, അതിൽ ശിർക്ക് വന്നാൽ പടച്ചോൻ പൊറുക്കാത്ത പാപാന്ന് പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ രക്ഷിതാവിനോട് എൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയണമെന്ന ഇസ്ലാമിൻ്റെ ബേസ് അവിടെ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കുക. പടച്ചവൻ പൊറുക്കാത്ത പാപാന്ന് പറയുക. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്തിട്ടുള്ളൂ എന്ന നബിയുടെ പ്രഖ്യാപനം പഠിപ്പിച്ചു കൊടുക്കുക. അള്ളാഹുള്ള വിശ്വാസം ഉറപ്പിക്കുക. ഖബർ, മരണം, പരലോകം, വിചാരണ, അതൊക്കെ അവിടെ ഹൃദയത്തിൽ ഉണ്ടാക്കി കൊടുക്കുക. മുതിർന്നവരെ ബഹുമാനിക്കാൻ പറയുക, കുട്ടികളോട് കരുണ കാണിക്കാൻ പറയുക.
ഈ സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാക്കാൻ പറയുക, സമൂഹത്തോടുള്ള മര്യാദ പറയുക, ആരെങ്കിലും ഉപദേശിച്ചാൽ ഉപദേശം എനിക്ക് വേണ്ടിയാണ് എന്ന നിലയ്ക്ക് ചെവി കൊടുക്കാൻ പറയുക, നല്ലതാണെങ്കിൽ സ്വീകരിക്കാൻ, നല്ലതാണെങ്കിൽ ഉൾക്കൊള്ളാൻ, നല്ലതാണെങ്കിൽ സ്വായത്തമാക്കാനുള്ള ഒരു പ്രവണതയെ വളർത്തിയെടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെടും. കള്ളുകുടിയന്മാരായി, ചീട്ടുകളിയന്മാരായി, ചൂതാട്ടത്തിലേർപ്പെട്ടവരായി, പറയാൻ പറ്റാത്ത വൃത്തികെട്ട ലോകത്തിലേക്ക് കടന്നു പോകുന്നവരായി അവർ മാറും. മരണബോധമില്ലാത്ത, മദ്രസയിൽ 9ലും 10ലും 11ലും 12ലും പഠിച്ചവർ മരണബോധമില്ലാത്തവരായി, ഈ പുതിയ ലോകത്തിൻ്റെ സ്വതന്ത്രവാദ ചിന്താഗതിയുടെ ആളുകളായി, ലിബറലിസം സമൂഹത്തിൽ അതേ പഠിപ്പിക്കുന്നവരായി മാറി. നിരീശ്വരത്വത്തിലേക്ക് എത്ര മുസ്ലിം പേരിട്ടവരാ പോണത്? ഇന്ന് കേരളത്തിൽ നിരീശ്വരവാദികളുടെ ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് മനസ്സിലായില്ലേ? ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്ക് നിങ്ങൾ യൂട്യൂബിലൊക്കെ കയറിയിട്ട്. എത്ര മുസ്ലിം ചെറുപ്പക്കാരാ പേരിട്ട ആളുകളൊക്കെ ചെന്ന് സഹകരിച്ചു കൊടുക്കുന്നത്? എന്താ കാരണം? ഇതൊക്കെയാണ് ദീനിനോടൊരു പുച്ഛ മനസ്സ്, നല്ല താടി, ഇസ്ലാമിൻ്റെ അടയാളം, ദീനിലൊക്കെ ഒരു കണിശത കാണിക്കുന്ന ആളുകളുടെ ഒക്കെ ഒരു പുച്ഛ മനസ്സാ. ഇവരൊക്കെ മാത്രം ഇന്നത്തെ ലോകത്ത് ജീവിക്കേണ്ട ആളുകളെന്നല്ല, ഒരു ഭ്രാന്തന്മാരെ പോലെ. ഈ കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാൻ അറിയാത്ത, ഏതോ പിറകിലുള്ള നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ആളുകളാണ് എന്ന ധാരണയൊക്കെ ആളുകൾക്ക് മുമ്പിൽ കൊണ്ടുവരിക. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ നമുക്ക് മറ്റു സമയത്ത് ശാരീരികമായ പ്രയാസങ്ങളൊക്കെ മാറിയിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മരണാനന്തരമൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിക്കാനുള്ള ഭാഗ്യത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന ബിമാ കുൻതും തഅമലൂൻ. പടച്ചോനെ, മലായിക്കത്തുകൾ ഇത് പറഞ്ഞ് മരിപ്പിക്കുന്ന ഭാഗ്യവാന്മാരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബേ, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്, സ്വർഗത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് നമ്മളെ മരിപ്പിക്കുന്ന ഒരവസ്ഥ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുഖത്തും മുതുകിലും ഇങ്ങനെ അടിച്ചിട്ട് വേദനാജനകമായ ശിക്ഷ ആസ്വദിച്ചോ എന്ന് പറയുന്ന അതികഠിനമായ മരണത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന് പലരും ഞങ്ങളെ വിട്ടു പിരിഞ്ഞിട്ടുണ്ട്. അല്ലാഹ്, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, അവർക്ക് നീ ശമനം കൊടുക്കണേ അല്ലാ. റബ്ബേ, ഈ ആദർശ പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി പടച്ചവനെ നാനാഭാഗത്ത് എതിർപ്പുകളാണ്. നിന്റെ വഹദാനിയത്ത് പറയുന്നതിനെതിരാണ്. വ്യക്തികളെ പടച്ചവനെ നിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന പ്രസംഗങ്ങൾ കേൾക്കുകയാണ്. അനല്ലാ, ഞാനാണ് അല്ലാ എന്ന് സുഖമില്ലാത്ത ഒരാൾ പറഞ്ഞത്, അതൊക്കെ തെളിവായി കൊണ്ട് നടക്കുന്ന ഒരു പുതിയ ലോകമാണ് റബ്ബേ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. റബ്ബേ, ഈ പ്രപഞ്ചത്തിൻ്റെയും ലോകത്തിൻ്റെയും നിയന്ത്രണമൊക്കെ നിൻ്റെ അടിമകൾക്ക് വെച്ചു കൊടുക്കുന്ന ഒരവസ്ഥ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലാ. ട്രെയിനുകളെ, ഫ്ലൈറ്റുകളെ, റോഡിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഖബറിൽ മലന്ന് കിടന്ന് എല്ലാം കാണുന്നു എന്നൊക്കെ പ്രസംഗിക്കുന്ന ഒരു പുതിയ ലോകത്താണ് റബ്ബേ ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ മക്കളെ നീ തൗഹീദിൽ നിന്ന് വഴിതെറ്റിച്ച് കളയാതെ പടച്ചവനെ ദീനിൽ ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ പേരമക്കൾക്ക് പടച്ചവനെ അവർക്കൊക്കെ നിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാനും ദീന് പഠിക്കുവാനുമുള്ള നല്ല സാഹചര്യങ്ങളെ നീ നിലനിർത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും നാനാത്വത്തിൽ ഏകത്വവും ഒക്കെ പടച്ചവനെ നിലനിർത്തി ഇവിടുത്തെ ദഅവാ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള സാഹചര്യവും സൗഭാഗ്യവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിൽ വേദനിക്കുമ്പോൾ അവിടുത്തെ മക്കൾക്ക്, അവിടുത്തെ സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക്, മാതാപിതാക്കൾക്ക് പടച്ചവനെ ആശ്വാസം നൽകണേ അല്ലാ. ഒരു സ്വതന്ത്ര ഫലസ്തീൻ അവർക്ക് നൽകി അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എത്രയോ ആയിരക്കണക്കിന് മക്കളെ കൊന്നു തീർത്ത് ആ ടീമിനെ തന്നെ ഇല്ലാതാക്കുവാനുള്ള അവരുടെ ഹിഡൻ അജണ്ടകളെ നീ തകർത്തെറിഞ്ഞ് അല്ലാഹുവേ അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.